നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ, സ്തുതിക്കുന്നു. പലവിധമായ സംഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടും ഒക്കെ നടക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് നോക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. അവസരങ്ങൾ പാഴാക്കാതെ കർത്താവെ, തിരുവചനം പഠിക്കുവാനും അവിടുത്തെ പാടി സ്തുതിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ പലയിടങ്ങളിലെ പല ഭവനങ്ങളിലെ ഒക്കെ ആയിരിക്കുന്നു എങ്കിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തരായി ഇരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. അല്പസമയം ഞങ്ങൾ പാട്ടുകളെ പാടി അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചടങ്ങായി തീരാതെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ തിരുനാമം ഉയർത്തുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണം എന്ന് അപേക്ഷിക്കുന്നു. യാതൊരു വിധമായ ഇൻ്റർനെറ്റ് പ്രോബ്ലമോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടാകാതെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നെ ആരാധിക്കുവാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് അല്പസമയം പാട്ടുകളെ പാടി നമ്മളുടെ കർത്താവിനെ ആരാധിക്കാം. അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ കൂടെ പാടി മൈക്ക് മ്യൂട്ട് ചെയ്ത് കൂടെ പാടി നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാം. ബ്രദർ ഫിന്നി ബെൻ. ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ധന്യ നിമിഷത്തിനായി ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെയൊരു ദിനം കർത്താവ് നൽകിയതിനായി കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ വലിയ സ്നേഹം, കർത്താവിൻ്റെ ദയ, പ്രത്യേക ഈ താങ്ക്സ് ഗിവിംഗ് വീക്കിൽ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ഉയർത്തുവാനും കർത്താവ് ചെയ്ത നന്മകളെ ധ്യാനിപ്പാനും എല്ലാറ്റിനേക്കാളും ഉപരി ആർക്കും നമുക്ക് വേണ്ടി ചെയ്തെടുക്കാൻ കഴിയാത്തത് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തതിൻ്റെ ആ നല്ല ഓർമ്മയ്ക്കായി, ഹല്ലേലൂയ, ആ നല്ല രക്ഷയ്ക്കായി, അവൻ്റെ പുത്രനാക്കി നമ്മളെ തീർത്തതിന്, അവൻ്റെ പുത്രിയാക്കി നമ്മെ തീർത്തതിന് ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തിനായി നമുക്ക് ഒരുമിച്ച് ചില പഴയ ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ഈ വൈകിയ സമയത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ജീസസ്. രാജാധിരാജാദേവാ, ആദിയന്തം ഇല്ലാ മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. ഓ ദൈവമേ, രാജാധിരാജാദേവാ, ആദിയന്തം ഇല്ലാ മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ,
അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. സൈന്യങ്ങളിൽ നായകനങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും. ഇമ്മാനുവേൽ ഉയരനാം ദൈവവും നീ, അന്യമില്ലേതും തവ നാമം പോ. സൈന്യങ്ങളിൽ നായകനങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും. ഇമ്മാനുവേൽ ഉയരനാം ദൈവവും നീ, അന്യമില്ലേതും തവ നാമം പോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. 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 എന്നെ ഇത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ, എന്തുള്ളു നീചൻ ഞാൻ. നിൻ രുധിരം തന്നെന്നെ വീണ്ടെടുപ്പാൻ, ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. എന്നെ നന്ദിയോടെ പാടിക്കേ. ഇത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ, എന്തുള്ളു നീചൻ ഞാൻ. നിൻ രുധിരം തന്നെന്നെ വീണ്ടെടുപ്പാൻ, ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ. 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 Oh Lord my God, when I in awesome wonder consider all the worlds thy hand hath made, I see the stars, I hear the rolling thunder, thy power throughout the universe display. Oh Lord my God, when I in awesome wonder consider all the worlds thy hand hath made, I see the stars,
I hear the rolling thunder, thy power throughout the universe display. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. And when I think that God his son not sparing sent him to die, I scarce can take it in. Then on that cross, my burden gladly bearing, he bled and died to take away my sin. And when I think that God his son not sparing sent him to die, I scarce can take it in. Then on that cross, my burden gladly bearing, he bled and died to take away my sin. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. We love you, Lord. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. 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 Jesus. അത്ഭുതകരമായ ഈ സ്നേഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്ന രാജാവേ. ഞങ്ങളെ ഓർത്തപ്പോൾ അങ്ങയുടെ പുത്രനെ തകർത്ത് കളയാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി നാം മറക്കരുത്, നമ്മെ ഓർത്തപ്പോൾ സ്വന്തം പുത്രനെ കൈവെടിയാൻ ദൈവത്തിന് തോന്നിയെങ്കിൽ ഈ രാത്രി നാം ചിന്തിക്കണം എത്രമാത്രം വിലയാണ് സ്വർഗം നമുക്ക് നൽകിയതെന്ന്. എത്രമാത്രം ഒരു വിലയാണ് സ്വർഗം നമുക്ക് നൽകിയതെന്ന് ഈ രാത്രി നാം മറക്കരുത്. ആ പുത്രനോളം വില നമ്മിൽ ദൈവം കണ്ടതുകൊണ്ടാ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തകർത്ത് കളയാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. ഈ രാത്രിയിലും ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ലോകത്ത് ആർക്കും തരാൻ കഴിയാത്ത
ലോകത്തൊന്നിനും ചെയ്യാൻ കഴിയാത്ത ആ അഗാധമായ സ്നേഹത്തിന് മുമ്പിലാ ഈ രാത്രി ദൈവമക്കളെന്ന് സന്തോഷത്തോടെ ഏറ്റുപറയുന്ന നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. ആ കൃപയെ എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. ആ സാന്നിധ്യത്തെ, ആ സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. ഹല്ലേലൂയ. ആഴിയുടെ ആഴങ്ങളിൽ നിന്ന്, കറകളിൽ നിന്ന്, ചെളിക്കുഴിയിൽ നിന്ന് നമ്മെ കരം പിടിച്ച് ഉയർത്തിയ പുത്രന്റെ അഗാധമായ സ്നേഹത്തെ ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് വീണ്ടും പാടി ദൈവത്തെ സ്തുതിക്കാം. കൃപയിന്നത്യന്ത ധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. കൃപയിന്നത്യന്ത ധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. നല്ല ഫലങ്ങൾ നൽകുവാൻ വൻ കൃപ ചൊരിഞ്ഞു നൽകി, സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി, സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഓ, ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി, സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ധാന്യം വീഞ്ഞും വർദ്ധിപ്പിച്ചു, ദുഃഖത്തിനങ്കിയും മാറ്റി, കാലാടി വയ്ക്കുവാനായി മുൻപിൽ വിശാലത നൽകി. ധാന്യം വീഞ്ഞും വർദ്ധിപ്പിച്ചു, ദുഃഖത്തിനങ്കിയും മാറ്റി, കാലാടി വയ്ക്കുവാനായി മുൻപിൽ വിശാലത നൽകി. കൈപ്പീനെ മധുരമാക്കി, സന്താപം നൃത്തമാക്കി, രക്ഷയ്ക്കായി കാംക്ഷിച്ചവരെ വീണ്ടെടുത്തു അണച്ചല്ലോ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി, സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. എന്നിൽ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി, സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിനാഗ്രഹം നൽകി, അധരത്തിൻ യാചന കേട്ടു, ആത്മാവിൻ സാന്നിധ്യം നൽകി, നാൾതോറും ഭാരം ചുമന്നു. ഹൃദയത്തിനാഗ്രഹം നൽകി, അധരത്തിൻ യാചന കേട്ടു, ആത്മാവിൻ സാന്നിധ്യം നൽകി, നാൾതോറും ഭാരം ചുമന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാൽ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിനു സ്തുതി മുഴക്കും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി, സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. എന്നിൽ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി, ആ സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തൻ്റെ ഏകജാതനാ പുത്രനിൽ വിശ്വസിക്കുന്നോ
ഹൃദയം കൊണ്ടു വിശ്വസിച്ചു, അധരം കൊണ്ടേറ്റു ചൊല്ലുവോ, തന്റെ ഏകജാതനാ പുത്രനിൽ വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ടു വിശ്വസിച്ചു, അധരം കൊണ്ടേറ്റു ചൊല്ലുവോ, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ലോകത്തെ സ്നേഹിച്ചീശനെ കൈകൾ ഉയർത്തി സ്തുതിക്കാം. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. എന്റെ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. എന്റെ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ആ സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ആ സിംഹാസനത്തിൽ വസിക്കും ദൂതന്മാരോടൊപ്പം, സറാഫുകളോടും കെരൂബുകളോടുമൊപ്പം, സകല സ്വർഗീയ ജീവികളോടുമൊപ്പം ഈ രാത്രിയിൽ തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഒരുമിച്ച് അനാഥനെ ഉയർത്തുവാൻ, ആ സാന്നിധ്യത്തെ ഉയർത്തുവാൻ, അവൻ നൽകിയ ഭാഗ്യത്തിനായി, ആ വൻ കൃപയ്ക്കായി, ആ ദൈവിക സഹിതത്തിനായി, ആ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. We worship you, Lord. Oh, we worship you, Jesus. Hallelujah. അടുത്ത മനോഹരമായ ഒരു ഗാനം ഇങ്ങനെ തുടങ്ങുന്നത്, പാടും ഞാൻ ആയുസ്സിൻ നാളല്ല, കൂടുണ്ട് പ്രിയൻ എന്റെ ചാരവേ, അമാറിൽ ഞാൻ ദിനംതോറും ചാരും. ഇത്ര വലിയൊരു സ്നേഹം എനിക്കുള്ളത് കൊണ്ട്, since it's available for me every single day of my life, ജീവിതത്തിന്റെ എല്ലാ വേളകളിലും, സുഖങ്ങളിലും ദുഃഖങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ നിലകളിലും ഈ സ്നേഹം എനിക്കുള്ളത് കൊണ്ട്, കൂടുണ്ട് പ്രിയൻ ചാരിടും ജ്ഞാനമാർവതി, കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുന്നോട്ട് പോയിടാം. കൂടുണ്ട് പ്രിയനൻ ചാരവേ, ചാരിടും ജ്ഞാനമാർവതി, കേൾക്കുന്നു നാഥനിമ്പസ്വരം, മുന്നോട്ട് പോയിടാം. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായ എന്നെ നടത്തിയിടും, വിശ്വസ്തൻ എന്നെ വിളിച്ചതാ നടത്തും അന്ത്യം വരെ. കാക്കയാൽ ആഹാരം തന്നിടും, ശ്രേഷ്ഠമായ എന്നെ നടത്തിയിടും, വിശ്വസ്തൻ എന്നെ വിളിച്ചതാ നടത്തും അന്ത്യം വാ. വിശ്വസിക്കുന്നവർ ചേർന്ന് പാടിയേ. ഏകനായി തീർന്നിടും നേരത്തും, ശോധനയേറിയിടും വേളയിൽ, ഇല്ലതെല്ലും നിരാശകൾ പ്രിയൻ കൂടുള്ളതാ. ഏകനായി തീർന്നിടും നേരത്തിൽ, ശോധനയേറിയിടും വേളയിൽ, ഇല്ലതെല്ലും നിരാശകൾ പ്രിയൻ കൂടുള്ളതാ.
സന്തോഷത്തെ പാടും ഞാൻ ആയുസ്സിൻ നാളെല്ലാം വീണ്ടെടുത്ത എൻ പ്രിയരെ സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ സ്തോത്രം ഞാൻ ചെയ്തിടും സാനന്ദം ആനൽ സന്തോഷത്തെ. ആ പ്രിയൻ നമ്മുടെ കൂടുള്ളത് കൊണ്ട് സകലത്തെയും നിർമ്മിച്ചവൻ ഈ രാത്രിയിൽ നമ്മുടെ കരം പിടിച്ചിരിക്കാൻ ധൈര്യത്തോടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ ഫിന്നി. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ചതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക, തൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കുവാൻ പ്രാർത്ഥിക്കുക. പാട്ടില് നമ്മളുടെ ആശ്രയം എവിടെയാണ്? ഏതൊക്കെ സാഹചര്യങ്ങളായിരുന്നാലും നമ്മളെ നടത്തുന്ന ഒരു ദൈവത്തിൽ നമ്മൾക്ക് ആശ്രയിക്കാം. നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അല്പമായി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഇത്രയും പേർക്ക് നമ്മൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം തന്ന വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് എല്ലാം ഉള്ളത്. പ്രത്യേകമായി വിഷയങ്ങളൊന്നും പുതുതായി ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ബാബു വർഗീസ് എന്ന കർത്തൃദാസനായി പാസ്റ്ററുകളെ ഒരു മിനിറ്റ് പറയാൻ സമയമുണ്ടോ? പെട്ടെന്ന് പറഞ്ഞാലും ഇനി എങ്ങനെയുണ്ട് ഫാദറിന്? പാസ്റ്ററുകളെ പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ആഴ്ച പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. പപ്പ ഹോസ്പിറ്റലിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പപ്പ കണ്ണൊക്കെ തുറക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ മീറ്റിങ്ങിന് ശേഷം അനേകരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ണ് തുറക്കുവാനിടയായി തീർന്നു. അല്പസ്വല്പം പപ്പ ചായ കുടിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. റൈസ് ട്യൂബ് റിമൂവ് ചെയ്തു. അര തൊട്ട് പപ്പയുടെ മുറിച്ചു മാറ്റണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കഴിഞ്ഞ മൺഡേ ഉച്ചയ്ക്കായിരുന്നു പപ്പയുടെ സർജറി ടൈം കൊടുത്തിരുന്നത്. എന്നാൽ കർത്താവ് പ്രാർത്ഥന കേട്ടു. അര മുതൽ മുറിച്ചു മാറ്റണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുകയാണ്. മുട്ടിന് താഴെ തൊട്ട് ഇനിയും കട്ട് ചെയ്താൽ മതി. അത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് തിങ്കളാഴ്ച നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഓൾറെഡി എൻ്റെ കോൺട്രാക്ട് വിസ ഇവിടെ തീർന്നായിരുന്നു. ഞാൻ 2 ഇയർ കോൺട്രാക്റ്റിൽ വന്നതായിരുന്നു. ഞാൻ എൻ്റെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഇനിയും അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവദാസിൻ്റെയും ആൻറ്റിയുടെയും എല്ലാ പ്രാർത്ഥന ഫലമായി കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയാണ്. മുട്ടിന് താഴെ വെച്ചേയും ഇനി മുറിക്കുവാൻ ദൈവം സമ്മതിക്കരുത്. അതിനുവേണ്ടി ദൈവമക്കളുടെയും കർത്തൃദാസിന്റെ എല്ലാം പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിച്ചുകൊണ്ട് സാക്ഷ്യത്തിൽ നിന്നിരുന്നു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. കേട്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യാഴാഴ്ച പ്രാർത്ഥനകളെ കേൾക്കുന്ന നമ്മളുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിച്ചു, കൂട്ടമായി നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം വിടുതലിനെ നൽകി. ഡോക്ടർമാരുടെ മനസ്സുകൾ മാറി, ചിന്താഗതികൾ മാറി. അതുപോലെ ദൈവം പൂർണ്ണമായി വിടുവിക്കുവാൻ വേണ്ടി നമ്മൾക്ക് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പിന്നീട് യാത്രയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം പുതിയ വഴികൾ തുറക്കുവാനായി പ്രാർത്ഥിക്കുക. ഈ താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡ് ആണ്. പലരും യാത്രയിലായിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ ബേവിച്ചാനും ഗ്രേസ് മാമയും യാത്രയിലായിരിക്കുന്നു. അവർ ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ ആദ്യ ഭാഗമായി ന്യൂജേഴ്സി വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ യാത്ര തുടങ്ങിയപ്പോൾ ചെറിയതായ ഒരു പ്രയാസമുണ്ടായി. ബേച്ചാൻ എയർപോർട്ടിൽ വീഴുവാനും എമർജൻസി റൂമിലൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും യാത്ര ചെയ്ത് അവർ ന്യൂജേഴ്സിയിൽ ചെന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു. തുടർന്നുള്ള യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ജോലി വേണ്ടവരെ ഓർത്ത്, മറ്റ് ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരെ, രോഗികളായിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ ഓർത്ത്, ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത്, പ്രായത്തിൻ്റെ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് ഒക്കെ പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിനു, പ്രസാദ്, വത്സ ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് രാജു ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹായിക്കും. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വിശ്വസനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാകാലം, ഒരു പ്രഭാതകാലം ഞങ്ങൾക്ക് തന്നോർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, 2025 അവസാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു.
കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളായിരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളെ ജയത്തോട് നടത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവെ, നിങ്ങൾ ചാരിക്കൊണ്ട് അങ്ങയുടെ മാറി ചാരിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദുഃഖവും കണ്ണുനീരും ഞങ്ങളുടെ പ്രയാസങ്ങളും ഭാരവും എല്ലാം ഇറക്കി വെക്കുവാൻ ഞങ്ങൾക്ക് ഒരു നല്ല അത്താണി ഞങ്ങൾക്കുള്ളത് ഓർത്ത്, ഒരു നല്ല ചുമട് താങ്ങിയാൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാകാലം കർത്താവെ ഗാന ശുശ്രൂഷ കൂടെ സഹായിച്ച പ്രിയ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനും അവനെ ബലപ്പെടുത്തണമേ. അനേകർക്ക് ഒരു അനുഗ്രഹമാക്കി തീർത്താട്ട് കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതായ, ഞങ്ങളുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതായ ദൈവത്തിന്റെ ഗാനങ്ങൾ പാടി സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തോത്രം. അതിന്റെ ഓരോ പാട്ടിന്റെയും ഓരോ അടികളും കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ, ഹാലുവിലെ ഞങ്ങളുടെ ഓരോ ദിവസമുള്ള യാത്രയിൽ അത് ഞങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷമായിരിക്കാതെ സ്തുതിക്കുന്നതിന് മകനെ ബലപ്പെടുത്തണം. ചെയ്യുന്ന ശുശ്രൂഷ അനുഗ്രഹമായി അനേകർക്ക് സന്തോഷകരമാക്കി ദൈവനാമത്തിന് മഹിമയ്ക്ക് വേണ്ടി എന്റെ മകനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഇപ്പോൾ പറഞ്ഞതായ ആ പ്രാർത്ഥനാ സബ്ജക്റ്റുകൾ കർത്താവ് അറിയുന്നല്ലോ. ആ സർജറിയുടെ വിഷയത്തിൽ കർത്താവെ, ഹാലുലിയ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് കൊടുത്ത വിടുതൽ ഓർത്തു സ്തോത്രം. ഓരോ കർത്താവെ, അങ്ങ് അത്ഭുതവാനാണെന്ന്, ഹാലുലിയ സ്തോത്രം. അങ്ങ് സർവശക്തനെന്ന്, ഹാലുലിയ സ്തോത്രം. ലോകം സമ്മതിക്കത്തക്കവണ്ണം കർത്താവെ, ഡോക്ടർമാർ സമ്മതിക്കത്തക്കവണ്ണം ആ സർജറി കംപ്ലീറ്റ്, ഹാലുലിയ സ്തോത്രം, വേണ്ട എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് പ്രവർത്തിക്കുന്ന ഓർത്തു സ്തോത്രം. ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്ന കർത്താവെ സ്തോത്രം. ആ മിനി സഹോദരി പറഞ്ഞ സാക്ഷി വചനം കർത്താവെ, ഹാലുലിയ സ്തോത്രം, ഞങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടു. അങ്ങ് അത് കേട്ടിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ആയാൽ കർത്താവെ, മുറിച്ച് കളയണമെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയല്ല കർത്താവെ, നിന്റെ ഹിതം അങ്ങനെയല്ല. ഹാലുലിയ സ്തോത്രം. മനുഷ്യൻ പലതും പറയുന്നു, മെഡിക്കൽ സയൻസ് പലതും പറയുന്നു. എങ്കിൽ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. ആകയാൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഹാലുലിയ സ്തോത്രം, കർത്താവെ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സർജറി വേണ്ട, ഹാലുലിയ എന്നുള്ളതായ വാക്കുകൾ കൊണ്ടോണം കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. ഓർത്തു സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം ജീവിക്കുന്നു. ഹാലുലിയ സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുത്തില് ആ വിഷയം ഏൽപ്പിക്കുന്നു. സന്തോഷകരമായ വാർത്ത കേൾപ്പിക്കുന്നു. ഓർത്ത് സ്തോത്രം. നാട്ടിലോട് പോകുന്ന സഹോദരിയെ ബലപ്പെടുത്തണം, സഹായിക്കണം. സമാധാനത്തിന്റെ വാർത്ത ഞങ്ങൾ കേൾപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. പ്രേമിച്ചാനും കുടുംബം നാട്ടിലോട്ട് കടന്നുപോയി. എന്നാൽ കർത്താവെ, പ്രിയപ്പെട്ട ദാസന് അമേൻ എയർപോർട്ടിൽ വെച്ചുണ്ടായ പ്രയാസം നീ താങ്ങിയതിനാൽ സ്തുതിക്കുന്നു. കർത്താവെ, ഹാലുവിലെ മരണത്തിലുള്ള നീക്കുവോ ഹോവയ്ക്കുള്ളത് നിങ്ങൾ അറിയുന്നു. ആകയാൽ ആ പ്രയാസത്തിൽ വിട്ടുവീച്ചു ദാസനും ദാസി സൗഖ്യത്തോടെ നാട്ടിൽ ചെന്ന് കേൾപ്പിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരുണ്ട്. കർത്താവെ, സഹായിക്കണമേ. അപ്പൊ ആ വർഷങ്ങൾ, നാളുകൾ, ആഴ്ചകളോടൊക്കെ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളാണല്ലോ. അതിന്മേലൊക്കെ പ്രവർത്തിപ്പാനെങ്കിൽ ശക്തനെ നിങ്ങൾ അറിയുന്ന കർത്താവെ, ഹാലുവിലെ സ്തോത്രം. അങ്ങ് മുറിവ് കിട്ടുകയും ചെയ്യുന്ന ദൈവമായാൽ കർത്താവെ, എന്റെ പ്രിയപ്പെട്ടവരെ നീ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഹാലുലിയ ഈ ആണ്ടിന്റെ അവസാന നിമിഷം ഞങ്ങൾ വരുന്നപ്പോൾ കഴിഞ്ഞൊരു വർഷക്കാലം ഹാലുലിയ എത്ര അത്ഭുതകരമായിട്ട്, എത്ര അതിശയകരമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും നീ നടത്തി കർത്താവെ. ഹാലുലിയ സ്തോത്രം. ഭാരവും ദുഃഖവും കണ്ണുനീരും കഷ്ടങ്ങളൊക്കെ ഉള്ള ഈ ദേശത്ത്, ഈ രാജ്യങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളെ ഒക്കെ നീ പോറ്റി പുലർത്തി പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഹാലുലിയ ഈ അമേരിക്കയുടെ പ്രദേശത്ത് ഞങ്ങൾ ഹാലുലിയ ഒരു യോഗ്യതയില്ലാതെ ഈ ദേശത്ത് ഞങ്ങളെ ഇത്രത്തോളം ഹാലുലിയ ശ്രേഷ്ഠമായിട്ട് നടത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവൻ നല്ലവനല്ലോ, അവന്റെ വിശ്വസത എന്നേക്കുള്ളതിന്റെ വചനം പറയുന്നു. ആകയാൽ അങ്ങനെ വിശ്വസ്തമായ ഹാലുലിയ സ്തോത്രം അനുഗ്രഹങ്ങളുടെ കലവറ തുറന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവം നിങ്ങൾ അറിയുന്നു. ഹാലുലിയ സ്തോത്രം. ഞങ്ങൾ പോകുന്ന മരുഭൂമിയിൽ ചൂടേറിയ അനുഭവങ്ങളുണ്ട് കർത്താവെ. ഹാലുലിയ സ്തോത്രം. ഓളങ്ങളും തിരമാലകളും ഉണ്ട്. ഹാലുലിയ അമേ ഞങ്ങൾ യാത്ര ചെയ്യുന്നതായ ഹാലുലിയ കപ്പൽ മുങ്ങി പോകുമോ? ഹാലുലിയ ഈ മരുഭൂയാത്ര ഞങ്ങൾ പെട്ടുപോകുന്നൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. എങ്കിലും ഹാലുലിയ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുള്ളതായ എന്റെ വാദ്യത്തെ വചനങ്ങളെ ഞങ്ങൾ കേൾപ്പിക്കണേ കർത്താവേ. ഹാലുലിയ ഞങ്ങൾ പോകുന്ന പ്രയാസമേറിയ ഈ കാലയളവിലെ ലോകം മുഴുവനും ഹാലുലിയ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെട്ട് ഭാരപ്പെട്ട് കർത്താവേ ജീവിക്കുന്ന ഈ കാലയളവിലെ സ്തോത്രം ഞങ്ങൾ ഒന്നറിയുന്നു. ഹാലുലിയ ആമേൻ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഹാലുലിയ ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹാലുലിയ ഞങ്ങൾ പാടിയതുപോലെ ചെളിക്കുഴിയിൽ നിന്ന് ഹാലുലിയ അന്ധകാരത്തിന്റെ കുഴിയിൽ നിന്നൊക്കെ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് കർത്താവേ ഹാലുലിയ ക്രിസ്തു എന്ന പാറവേ നിർത്തിയിരിക്കുക. ഹാലുലിയ സ്തോത്രം. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും സന്തോഷത്തിന്റെയും ഹാലുലിയ ഒരു അനുഭവം തന്നെ നിങ്ങളെ സഹായിക്കണമേ. ആരും നിരാശപ്പെട്ടു പോലെ, ആരും ഭാരപ്പെട്ട് ഹാലുലിയ ദൈവസ്ഥനെ അന്യപ്പെടുവാൻ അനുവദിക്കരുത് പ്രാർത്ഥിക്കുകയാണ്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹാലുലിയ അനന്തത്തോളം നടത്തുവാൻ ശക്തനെ ഉറച്ചിരിക്കുന്ന കർത്താവേ. ആകയാൽ വിശ്വാസനായകനും
പൂർത്തി വരുത്തുവാനുമായ യേശുവേ ഞങ്ങളുടെ മുഖത്ത് നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്കെല്ലാം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കർത്താവേ, ഹോളിഡേ പ്രമാണിച്ച ജീവിതങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർക്കുകയും പല വഴിക്ക് യാത്ര ചെയ്ത് പോയിട്ടുള്ളവർ തിരിച്ചു വരുന്നവരുണ്ട്. അവരെല്ലാം വാഹനങ്ങളെ കർത്താവ് നിയന്ത്രിക്കണമേ. ശത്രുവാരെയും കാണല്ലേ. പകർച്ചവ്യാധികളിലും രോഗദുഃഖ പ്രയാസങ്ങളിലും ഒക്കെയും ജനത്തെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ കർത്താവേ, അനേക മാതാപിതാക്കള് ആ വിഷയത്തിൽ വളരെ ഭാരത്തോട് ദിവസം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, തക്കതായ തുണകളെ കൊടുക്ക്, അവരെ സഹായിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, ആരും കൃപയെന്ന് വീടുവാൻ അനുവദിക്കരുതേ. കർത്താവേ, ആരും ദൈവസ്ഥനിൽ ഹല്ലേലൂയ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരായി തീരല്ലേ എന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാം നിങ്ങളുടെ ഹിതപ്രകാരം മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം നീ സഹായിക്കണമേ. സ്കൂളുകളിലും കോളേജിലും പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാമായി സ്തോത്രം. കർത്താവേ, മദ്യവും മയക്കുമരുന്നും അന്ധകാര ശക്തികൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അപ്പാ അതിലേക്ക് വലിച്ചഴയ്ക്കുവാൻ നീ അനുവദിക്കരുത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിപാലനം, ദൈവത്തിന്റെ ദൂതന്റെ പരിപാലനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാവലായിരിക്കണം, കോട്ടയായിരിക്കണം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. വിവാഹിതരായ ശേഷം ദൈവിക സമാധാനമില്ലാതെ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഡിവോഴ്സിന്റെ വക്കിലായ കുടുംബങ്ങൾ ഉണ്ടല്ലോ. ഹല്ലേലൂയ, യൗവനക്കാരുണ്ട് കർത്താവേ, അവർക്കൊക്കെ വേണ്ടത് ദൈവ ഭയം കൊടുക്കണമേ. ദൈവത്തെ ഭയപ്പെടുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസ്ഥനിൽ പ്രായത്തോടെ ജീവിപ്പാൻ കുടുംബമായിട്ട് ആമേൻ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ യൗവനക്കാരെ എല്ലാം നീ സഹായിക്കണമേ. കർത്താവേ, വിവാഹിതരായ ശേഷം തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടല്ലോ. കർത്താവേ, നിന്റെ വിശ്വസ്തത ഞങ്ങൾ ആശ്രയിക്കുന്നു. തക്ക സമയത്തിന്റെ ദൈവം മുൻകാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം പങ്കുവെക്കുന്നതായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് വേണ്ടത് അങ്ങ് അറിയുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, നീർന്നായ മന്ന പെറുക്കിയെടുക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, സ്തോത്രം. അതിനാണ് ദാസനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ നിറവില് ക്രൂശിന്റെ മറവിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദാസനെ നീ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനം ഹല്ലേലൂയ വല്ലപ്പോൾ ഒഴിപ്പോകുന്ന അനുഭവമല്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതയാത്രയിൽ, മരുഭൂമി യാത്രയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളതായ തണലായി, കാവലായി, കോട്ടയായി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വചനങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണല്ലോ, നിന്റെ വചനങ്ങളെ സഹായിക്കുന്നതാണല്ലോ, ഞങ്ങളെ സൗഖ്യമാക്കുന്നതാണല്ലോ കർത്താവേ. ആകയാൽ നിന്റെ വചനത്തിൽ ഗ്രഹിപ്പാനുള്ള കൃപത്തെ നിങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ മീറ്റിംഗിനെ ലീഡ് ചെയ്യുന്ന കർത്താദാസനും കുടുംബത്തിനുമായി സ്തോത്രം. മക്കളെ ഇത്രത്തോളം സഹായിച്ചല്ലോ കർത്താവേ. എന്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. പലപ്പോഴും ക്ഷീണിച്ചു പോയ അനുഭവങ്ങളുണ്ട്, ഭാരപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട്. എങ്കിലും ഹല്ലേലൂയ, നീ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, അപ്പന്റെ കരം കൂടി ഇരുന്ന് ഇത്രത്തോളം ഹല്ലേലൂയ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകത്തക്കണം. മക്കളെ ബലപ്പെടുത്തോർത്ത് സ്തോത്രം. ബലഹീനതയൊക്കെ ഉണ്ട്, ശാരീരമായ ക്ലേശങ്ങളൊക്കെ ഉണ്ട്. കർത്താവേ, ദാസനെ ബലപ്പെടുത്തണമേ. സമാധാനവും സന്തോഷവും കൊടുത്താണ് ദാസനെ ബലപ്പെടുത്തിക്കാണ്ട് കുടുംബമായിട്ട് കർത്താവേ ഞങ്ങളുടെ കരങ്ങൾ അവരെ മറച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കായി, കുടുംബങ്ങൾക്കൊക്കെയായി സ്തോത്രം. ഞങ്ങളുടെ കൂടുവരവിനെ നീ അനുഗ്രഹിച്ചിരിക്കാലോ സ്തോത്രം. ദേശത്ത് മാത്രമല്ല, അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് പടർന്ന് പന്തലിച്ച് കർത്താവേ, നിന്റെ വരവിന് മുമ്പായിട്ട് ചില ജീവിതങ്ങൾ നിന്നെ കണ്ടുമുട്ടണം കർത്താവേ. ഹല്ലേലൂയ, ചില ജീവിതങ്ങൾ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഒരു നാമധേയമായ അനുഭവമല്ല കർത്താവേ. സത്യവചനം ഗ്രഹിച്ചുകൊണ്ട് സത്യവചനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഹല്ലേലൂയ, സ്തോത്രം, ജനത്തെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുകയാണ്. അല്പസമയം സന്നിധിക്കട്ടെ കർത്താവേ. എന്റെ ആത്മാവിനോട് സംസാരിക്കണമേ. ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷത്തിന്, സമാധാനത്തിന് ദിവസങ്ങളാക്കി തീർത്താട്ടെ. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു അപ്പാ. ഹല്ലേലൂയ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് കർത്താവേ ഞങ്ങൾ ഇത്രത്തോളം സഹായിച്ചു. യഹോവ ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി കരുതിയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ സഹായിക്കുന്ന കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിരുനാമം ജയപ്പെടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ സ്തോത്രം. ആമേൻ. താങ്ക് യു രാജു ബ്രദറെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിന്റെ വലിയ നാമത്തില് വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോയ് പാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു അംഗം പോലെ നമ്മളോട് ചേർന്ന് നമ്മളെ സഹായിച്ച് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളോട് കൂടെ എപ്പോഴും സഹകരിക്കുന്ന കർത്തൃദാസൻ നമ്മൾ ഇന്ന് നമ്മളുടെ വചനം സംസാരിക്കുവാനായി കടന്നു വന്നിരിക്കുന്നതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു.
കർത്താവിൻ്റെ ദാസൻ വചനം സംസാരിക്കുന്നതിന് മുമ്പ് വീഡിയോ ഓൺ ചെയ്യാവുന്നവരെ ഒക്കെ ഓൺ ചെയ്ത് സാഹചര്യങ്ങൾ അനുവദിക്കുന്നുവെങ്കിൽ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. അടുത്ത 1 മണിക്കൂർ സമയം കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് സംസാരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുന്നത് പോലെ ആ വചനത്തിൽ നിന്നും ദൂതുകളായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അദ്ദേഹം എങ്ങനെയാണ് നമ്മളുടെ മീറ്റിങ്ങുകൾ പോകുന്നതെന്ന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് സമയം വിട്ടുകൊടുക്കുകയാണ്. അടുത്ത 1 മണിക്കൂർ അതിലല്പം മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. ദൈവം നടത്തുന്ന പോലെ നമ്മൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം. നമ്മൾക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കർത്താവ് പത്രോസിനോട് പറഞ്ഞത് കേൾക്കുവാൻ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്നത് പോലെ നമ്മൾക്ക് വേണ്ടത് ആ ദാസനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കുവാൻ നമ്മളുടെ ഭവനങ്ങളിലോ നമ്മളായിരിക്കുന്ന ഇടത്തോ നമ്മൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടെ ഇരിക്കുന്നെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. പാസ്റ്റർ ജോയിച്ചേണ്ട. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം എന്നെ കേൾപ്പാനായി കർത്താവിൽ നിന്ന് പ്രാപിപ്പാനായി കൂടി വന്നിരിക്കുന്ന മാന്യരായ എല്ലാ ദൈവമക്കൾക്കും വിശേഷാൽ ഈ മീറ്റിങ്ങുകൾക്ക് നേതൃപദവി അലങ്കരിക്കുന്ന ഞാൻ വളരെ എൻ്റെ മാതാപിതാക്കൾക്ക് തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ തോമസ് മത്തായി അങ്കിൾ, ലിൻഡ ആൻറ്റി, മറ്റ് സന്നിഹിതരായ ദൈവമക്കൾ, ഈ സൂം പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, വിശേഷാൽ ഇന്നത്തെ ആരാധനയുടെ ആത്മീക നിർവൃതിയിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തിയ പ്രിയ സഹോദരൻ, മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടെ ലോകരക്ഷകനും ക്രിസ്തു യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വ്യത്യസ്തമായ ടൈം സോണുകളിലായിരുന്നു കൊണ്ടാണ് നാം ദൈവശബ്ദത്തിൻ്റെ ആഴമേറിയ വെളിപ്പാടുകൾക്കായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടെ കാണുന്നതിൽ ഏറെ സന്തോഷം. പ്രത്യേകിച്ചും എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്യമായിരിക്കുന്നൊരു പ്ലാറ്റ്ഫോം അല്ല. വളരെ സുപരിചിതവും ഞാനൊരു കുടുംബത്തെ പോലെ കാണുന്ന ഒരു അനുഗ്രഹീതമായ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം ഒരിക്കൽ കൂടെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട് എന്നുള്ളത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? സ്തോത്രം. ഇന്ന് ഈ സായാഹ്നവേളയിലും ഈ രാത്രിയോടടുക്കുന്ന ഈ സമയത്തും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തിന്റെ വാചകം നമുക്ക് കേൾപ്പാനിടയായി. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടെ ദൈവം തെളിയിച്ചു തരുമ്പോൾ ഇന്ന് ഈ നിമിഷവും ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ വിഷയങ്ങളുടെ മേലും ചലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഞാൻ മുഖവുരകളൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കാതെ വചനചിന്തകളിലേക്ക് നമുക്കൊരുമിച്ച് ഇറങ്ങി വരേണ്ടതിന് വേണ്ടി ആത്മാവിൽ ശരണപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഒരു താങ്ക്സ് ഗിവിങ് വീക്കായിട്ട് നമ്മൾ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആമേൻ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനിയും നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ വചനചിന്തകളിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു, ദൈവവചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ആമേൻ. പ്രാർത്ഥിച്ചാൽ കാണാൻ കഴിയാതിരിക്കുന്നത്, ഉപവസിച്ചാൽ കാണാൻ പറ്റാതിരിക്കുന്നത് ദൈവവചനത്തിന്റെ ശക്തിയാൽ ജനം അവിടെവിടങ്ങളിലായി കണ്ടിട്ടുണ്ട്. അങ്ങനെ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ കണ്ട ദൈവമക്കളാണ് ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ എത്ര പേർക്ക് അതിൻ്റെ ഗൗരവം പിടികിട്ടി എന്നെനിക്കറിയത്തില്ല. അതുകൊണ്ട് ഒറ്റവാക്കിൽ പറയാം, സ്നേഹിക്കേണ്ടവർ നമ്മെ തള്ളിക്കളയുമ്പോൾ, കരുതേണ്ടവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, കൂടെ നിൽക്കേണ്ടവർ കുതികാൽ വെട്ടുമ്പോൾ,
മാനിക്കേണ്ടവർ നമ്മെ അപമാനിക്കാൻ തുടങ്ങുമ്പോൾ, താങ്ങേണ്ടവർ നമ്മെ തള്ളിക്കളയുമ്പോൾ, കരുതേണ്ടവർ നമ്മെ വിട്ട് വഴിമാറിക്കളയുമ്പോൾ, കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പലരും അകന്നു നിൽക്കുമ്പോൾ, അടുത്തൊരു വഴി എങ്ങനെ വെളിപ്പെടുമെന്ന് പലതിനെ ചൊല്ലി ആകുലപ്പെട്ട് ജീവിതത്തിന്റെ ഉള്ളറകളിൽ നട്ടം തിരിഞ്ഞ സ്ഥാനത്ത് ഒറ്റവാക്കിൽ പറയാം, പിടിച്ചു നിർത്തിയത് ഒരു മനുഷ്യന്റെ വാക്കല്ല, പിടിച്ചു നിർത്തിയത് ഒരു പ്രവാചകന്റെ വാക്കല്ലെന്നേ. പ്രതിസന്ധിയുടെ കയങ്ങളിൽ ഞാനും നിങ്ങളും മുങ്ങിത്താണ പോയപ്പോൾ നമ്മെ പിടിച്ചു നിർത്തിയത് വിശുദ്ധ തിരുവഴുത്തിലെ ദൈവശബ്ദമാണെന്ന് ഞാൻ ഉറക്കെ പറഞ്ഞാൽ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ അധരം തുറന്ന് പറയണം, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാതെയുള്ള ദൈവവചനത്തിന്റെ സാന്നിധ്യം ഈ സൂമിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ, ആമേൻ, ഈ റൂം വിട്ട് ഞാൻ മാറുന്നതിനേക്കാൾ മുൻപ്, ഈ മീറ്റിംഗ് ഞാൻ ലീവ് ആകുന്നതിനേക്കാൾ മുൻപ്, ഞാൻ ഈ കസേര വിട്ട് മാറുന്നതിനേക്കാൾ മുൻപ് വചനത്തിന്റെ ശക്തി എൻ്റെ നീറിപ്പുകയുന്ന വിഷയത്തിനകത്ത് ഇറങ്ങി വരുമെന്ന് ഒരിക്കൽ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്തിന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് വചനത്തിന്റെ ശക്തി ആഴമേറിയ നിലകളിൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതൊരു താങ്ക്സ് ഗിവിംഗ് വീക്ക് ആയതുകൊണ്ട് ഒരു നന്ദി പ്രകടനത്തിന്റെ ഒരു തലത്തിലേക്ക് ഓടി വരേണ്ടത് അനിവാര്യമാകിയാൽ, സ്തോത്രം, ഇതുവരെയും നടത്തിയതും ഇനിയും നടത്തുമെന്ന ചിന്തയോടുകൂടെ ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ വരവിൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരണ നൽകിയ ഒരു വേദഭാഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ എല്ലാവരും പുസ്തകം എടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം, അതിൻ്റെ 3-4 വാക്യങ്ങൾ ഇന്ന് ചിന്തകൾക്കായി നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 3-ാമത് വാക്യം. ഒരാൾ ശബ്ദമുയർത്തി വായിക്കാമോ? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തി. വാക്യം ശ്രദ്ധിച്ചല്ലോ. 3-ാമത് വാക്യം, 19-ാമത്തെ അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറുകിയവൻ ആകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നാലേ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം. ഒരു താങ്ക്സ് ഗിവിംഗ് വീക്കായിട്ട് ഈ ദിവസങ്ങൾ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്താണ് ഈ വാക്യത്തിന് ഇത്ര വലിയ പ്രസക്തി? സ്തോത്രം. എനിക്കറിയാം ഇതിനകത്ത് വചനത്തിന്റെ ഭയങ്കര നിശ്ചയമുള്ളവരാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. പ്രത്യേകിച്ചും വേദപുസ്തകത്തെ ബഹുമാനിക്കുന്ന, വേദപുസ്തകത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ദൈവകൃപയാൽ കോവിഡ് കാലം മുതൽ ഈ സൂം പ്ലാറ്റ്ഫോമുകളിൽ പ്രസംഗിക്കുമ്പോൾ ഇതുവരെയും മറ്റൊരു പ്ലാറ്റ്ഫോമിലും കാണാത്ത ചില സവിശേഷതകൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, എൻ്റെ പല ശുശ്രൂഷ വേദികളിൽ പോലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. വേദപുസ്തകത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. പ്രത്യേകിച്ചും വേദപുസ്തകമൊക്കെ നമ്മുടെ ടേബിളിൽ വെക്കുമ്പോൾ പോലും ഒരു നല്ലൊരു ക്ലോത്ത് വെച്ചേച്ച് അതിൻ്റെ മുകളിൽ വേദപുസ്തകം വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അത്രമാത്രം ആ പുസ്തകത്തെ ഞാൻ പേരിൽ എടുത്ത് പറയുന്നില്ല, അത്രമാത്രം വിശുദ്ധ ബൈബിളിനെ സ്നേഹിക്കുന്ന, വചനത്തിൻ്റെ ആഴങ്ങളെ ശ്രവിക്കുന്ന ദൈവമക്കൾ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം, സ്തോത്രം, ഇത്രമാത്രം വേദപുസ്തകവുമായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ എന്നതായി പ്രസംഗിക്കാൻ വരുന്നതെന്ന് നിങ്ങൾക്ക് ഏറിയ പങ്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് നിശ്ചയമുണ്ട്. സ്തോത്രം. നമ്മുടെ സൺഡേ സ്കൂൾ കാലയളവ് മുതൽക്ക് തന്നെ നമ്മൾ കേട്ടു പരിചിതമായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ.
സ്തോത്രം. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, എങ്കിലും മുൻവിധികളൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചേച്ച് ഇതിനകത്തുന്നത് ദൈവം എന്നോടൊന്ന് സംസാരിക്കണമെന്ന ചിന്തയോടുകൂടെ ഒരുമിച്ച് നമുക്ക് ദൈവപാദപീഠത്തിലേക്ക് വരാം. അവിടെ സക്കായിയുടെ വിഷയമാണെങ്കിലും ഞാൻ അതിനകത്ത് വ്യത്യസ്തമായിരിക്കുന്നൊരു ചിന്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ 19-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു. സ്തോത്രം. അടുത്ത പദം, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു. 2 വാക്യങ്ങളാണ് വായിച്ചതെങ്കിലും എൻ്റെ ചിന്തകൾക്ക് അധികം പ്രസക്തമായി നിൽക്കുന്നത് 1-ാമത്തെ വാക്യമാണ്. ഞാൻ ആദ്യം വായിച്ച വാക്യമാണ്. 3-ാമത്തെ വാക്യം പിടികിട്ടുന്നുണ്ടോ? ആദ്യം വായിച്ചത്, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറുകിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. 1 വർഷം സമാപിക്കുന്നതിൻ്റെ ഈ അനുഗ്രഹീതമായ നിമിഷം ദൈവപാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞു മുമ്പിലേക്ക് വരാൻ താല്പര്യപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ, ആ 3-ാമത്തെ വാക്യം. സ്തോത്രം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറുകിയവനാകൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ അതിനകത്ത് ചില പദങ്ങളാണ് ഇന്ന് പകൽ തൊടാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ സക്കായിയുടെ ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഭാഗം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മൈക്ക് ഓൺ അല്ലെങ്കിലും ആ പദമൊന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ. അടുത്ത പദം എന്താ എഴുതിയിരിക്കുന്നത്? ഹലോ, അടുത്ത പദം എന്താ എഴുതിയിരിക്കുന്നത്? ശ്രമിച്ചു. സ്തോത്രം. ആ പദം നിങ്ങൾ മറക്കരുത്. ശ്രമിച്ചു. വളർച്ചയിൽ കുറുകിയവനാകൊണ്ട്. സ്തോത്രം. എന്താ അടുത്ത പദം? കഴിഞ്ഞില്ല. വേദപുസ്തകത്തിൽ വരയ്ക്കുന്നവരുണ്ടെങ്കിൽ, അടിവരയിടുന്നവരുണ്ടെങ്കിൽ 2 പദങ്ങൾ നിങ്ങൾ വരച്ചിടണം. ഏതെന്നറിയാമോ? 1 ശ്രമിച്ചു, 2 കഴിഞ്ഞില്ല. വരയ്ക്കുന്നതിനേക്കാളും സാധാരണ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഈ റൗണ്ട് ചെയ്തിടാറുണ്ട് വാക്യങ്ങൾ. റൗണ്ട് ചെയ്ത് അതെന്താ വെച്ചാൽ ചില അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ റൗണ്ട് ചെയ്തിടുമ്പോൾ അവിടെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാറുള്ളത്. നമ്മൾ സങ്കീർത്തനത്തിൽ സേല എന്ന ഒരു പദം നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം ഒന്ന് നിന്നേച്ചൊന്ന് വായിക്കുക എന്ന, അല്ലെങ്കിൽ ഒന്ന് ഗ്രഹിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം. ഇതുപോലെ ഒന്ന് റൗണ്ട് ഇടുന്നത് നല്ലതാ. സ്തോത്രം. ശ്രദ്ധിക്കുക, എന്താ ഈ അവിടെ എഴുതിയിരിക്കുന്ന 2 പദങ്ങൾ? 1 ശ്രമിച്ചു, 2 കഴിഞ്ഞില്ല. ആശയം മനസ്സിലായോ? ശ്രമിച്ചു, അടുത്ത പദം കഴിഞ്ഞില്ല. അതാണ് നമ്മുടെ വിഷയം. ശ്രമിച്ചു, കഴിഞ്ഞില്ല. വീണ്ടും ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. ശ്രമിക്കാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞ 11.5 മാസം ശ്രമിച്ചു. പ്രാർത്ഥിക്കാവുന്നതിൻ്റെ അപ്പുറം കയറി പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ ചെയ്യാവുന്നതിനപ്പുറം പലതും ചെയ്തു. എന്നിട്ടും പലതും കഴിയാതിരിക്കുമ്പോൾ ആത്മാവിടപെടുകയാണ്. കഴിഞ്ഞ 11.5 മാസങ്ങൾ നടത്തിയ ദൈവം ഇനി നിന്നെ വേദനിച്ചിരിക്കാൻ സമ്മതിപ്പിക്കത്തില്ല. അടുത്ത 1 വാക്കുകൂടെ നന്ദി പറയത്തക്ക നിലകളിൽ ചിലത് ദൈവം ചെയ്യാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ശ്രദ്ധിക്കുക, സഖായിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ സംഭവിച്ച വസ്തുതകൾ നന്നായിട്ട് നമുക്കറിയാം. ഇവിടെ എത്ര ശ്രമിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. 2 പദങ്ങളാ. ശ്രമിച്ചു, കഴിഞ്ഞില്ല. ബാക്കി ഭാഗമെല്ലാം ഞാൻ വിടുകയാ. ശ്രമിച്ചു, കഴിഞ്ഞില്ല. ശ്രമിച്ചിട്ടും ചിലത് കഴിയാതെ വരികയാ. തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയം, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയം, ആത്മീകമായി ഒരു അഭിവൃദ്ധി കാണാൻ സ്തോത്രം കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതെ വന്നു കഴിഞ്ഞാൽ പൊതുവിൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ അധികം മെനക്കെടുകയല്ല, പിന്നെ അധികം ശ്രമിക്കുകയല്ല, പിന്നെ നമ്മൾ ആ
വഴിക്ക് തിരിഞ്ഞു നോക്കുകയല്ല. പക്ഷെ നിരാശയോടിരിക്കുന്ന മാതാവേ, വേദനയോടിരിക്കുന്ന പിതാവേ, ആമേൻ, കൂടപ്പിറപ്പേ, പരിശുദ്ധാത്മാവും നിന്നോടായി ദൂത് പറയുന്നത്, നീ എത്ര ശ്രമിച്ചിട്ടും ആ വിഷയത്തിന്റെ മറുപടി കാണാൻ കഴിയാതിരിക്കുമ്പോൾ ഈ താങ്ക്സ് ഗിവിംഗ് വീക്കിൽ ദൈവാത്മാവും നിന്നോട് പറയുന്നു, നിരാശപ്പെട്ടിരിക്കരുത്, മാമൻ വേദനിച്ചിരിക്കരുത്. ചിലത് സ്വർഗം തെളിയിക്കാൻ പോകുകയാ. നിന്റെ നാവ് കൊണ്ട് ശ്രമിച്ചിട്ടും കഴിയാതിരുന്നതിനെ ദൈവം നടത്തി തരുമ്പോൾ നന്ദി പറയാൻ നിന്റെ നാവിന് ബലം തരുന്ന ഒരു ദൈവ ഈ മീറ്റിങ്ങിനകത്ത് ചലിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ പറ. 11.5 മാസങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നത് ഇന്ന് പ്രാർത്ഥനയിൽ ഈ നിമിഷം എന്റെ ദൈവം ചിലത് തെളിയിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരെന്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ശ്രമിച്ചിട്ടും നടക്കാത്തതിന് കാരണം എന്താ ഇവിടുത്തെ വിഷയം? അവിടെ എഴുതിയിരിക്കുന്നത് പുരുഷാരം നിമിത്തം ആമേൻ അവന് കഴിഞ്ഞില്ല. അതിനർത്ഥം ഇവന്റെ ഉയരത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് നന്നായിട്ടറിയാം അല്ലേ? അവന്റെ പരിമിതി എന്ന് പറയുന്നത്, ആ ഒരു പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് പൊക്കം കുറവുള്ളത് കൊണ്ടാണ്. ഉദ്ദേശിച്ച കാര്യം, സ്തോത്രം, ശ്രമിച്ചിട്ടും നടക്കാതിരുന്നപ്പോ സക്കായിക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. അവന്റെ പരിമിതി എന്ന് പറയുന്നത് അവന് വേണ്ടുന്ന ഉയരമില്ല. എന്നാൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, പരിമിതിയുള്ളത് കൊണ്ട് ഒതുങ്ങി ഇരുന്നത് കൊണ്ടൊന്നും കഥയാകുകയല്ല. നിന്റെ വീട്ടിനകത്ത് യേശു കയറണമെങ്കിൽ അടുത്ത പദം എഴുതിയിരിക്കുന്നു, എന്നാറ് അവൻ മുൻപോട്ടോടി. ഇന്ന് പകലിലും ദൈവാത്മാവ് ഇടപെടുന്നു. ശ്രമിച്ചിട്ടും നടക്കാത്ത, പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ചില വിഷയങ്ങൾ വൻമല നിൽക്കുമ്പോൾ പേടിച്ചോടുകയല്ല. ഈ 11ാമത്തെ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ നീ ചെയ്യേണ്ടത് വീടിനകത്ത് ഒതുങ്ങിയിരിക്കുകയല്ല. ശ്രമിച്ചിട്ടും നടക്കാതെ വന്നാൽ ദൈവം എനിക്കൊരു ചാൻസ് കൂടെ തന്നിരിക്കുന്നു എന്ന ഉറപ്പോടുകൂടെ അടുത്ത ലെവലിലേക്കൊന്ന് കയറി വരാൻ ഇന്ന് പകൽ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ അടുത്തൊരു നന്ദി വാചകം കൂടെ നിന്റെ നാവിൽ ഒരു കരം ചലിക്കുകയാണെന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. പരിമിതികൾ കാര്യമാക്കിയാൽ എത്തേണ്ടടുത്ത് നാം എത്തുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? സക്കായിയുടെ ഇവിടുത്തെ ഒന്നാമത്തെ ഗുണം പറയാം. പരിമിതികൾ ഉണ്ടെങ്കിലും പുള്ളി പരിശ്രമിക്കുന്നവനായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പുള്ളി ഒതുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനല്ല. അവൻ പ്രശ്നങ്ങളുണ്ട്. ആർക്കാ പ്രശ്നമില്ലാത്ത? ആർക്കാ പ്രതിസന്ധികളില്ലാത്ത? പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും, പുറമേ സന്തോഷിക്കുന്നുണ്ടെങ്കിലും, പുറമേ ആനന്ദിക്കുന്നുണ്ടെങ്കിലും, പുറമേ ആഹ്ലാദിക്കുന്നുണ്ടെങ്കിലും അകത്ത് വേദനകൾ അനുഭവിച്ചുകൊണ്ട് അഭിമാനമോർത്തേച്ച് അനുഭവിക്കുന്ന വേദന ആരോടും പറയാതെ ഒരു വണ്ടിക്കാള ഭാരം വലിക്കുന്നത് പോലെ ഭാരം വലിച്ച് ജീവിതത്തിന്റെ ഉള്ളറകൾ പരിമിതികളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ആത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ഇടപെടുകയാണ്. പരിമിതികൾ നോക്കരുത്. നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. നിനക്കായുസ് തന്നൊരു ദൈവമുണ്ട്. ആരോഗ്യം തന്നൊരു ദൈവമുണ്ട്. ബലം തന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ കൈപിടിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. പലരും പറയും നിനക്ക് കഴിവില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നിനക്കറിയത്തില്ലെന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. എല്ലാവരും ശ്രമിക്കുന്നത് പോലെ ശ്രമിക്കാനുള്ള കഴിവ് നിനക്കില്ലെന്നൊക്കെ പറഞ്ഞേക്കാം. എല്ലാവർക്കുമുള്ള ജ്ഞാനം നിനക്കില്ലെന്ന് പറഞ്ഞേക്കാം. എല്ലാവർക്കുമുള്ള വചന വെളിപ്പാടും നിനക്കില്ലെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതൊന്നും കണ്ട് നീ ശ്രമിക്കാതിരിക്കരുത്. അതുകൊണ്ടൊന്നും നീ പമ്മിയിരിക്കരുത്. പരിമിതികൾ ഉണ്ടായിട്ടും പരിശ്രമിക്കാൻ തയ്യാറായാൽ ചില മറുപടികൾ ഈ മീറ്റിംഗ് തീരുന്നതിനകത്ത് കാണുമെന്ന് ദൈവാത്മാവ് ഇടപെടുമ്പോൾ പ്രമോദിനോട് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. അടുത്ത കാൽ ചുവട് വെച്ച് കേറിക്കോ. നിന്റെ കണ്ണുനീരിന്റെ വിഷയത്തിന്റെ മറുപടികൾ തെളിയിക്കാൻ
പ്രാർത്ഥിക്കാൻ ഇന്ന് പകലൊരു തേജസ്സിന്റെ കരം ചലിക്കുകയാണെന്ന് ആത്മാവ് ഇടപെടുകയാ. പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. അവൻ പലതിലും 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 അവൻ പരിമിതികൾ വെച്ചുകൊണ്ട് അവൻ ഒരു ഭാഗത്ത് അയ്യോ ഇനി എങ്ങനെയെന്ന ചോദ്യമുയർത്തി മരുഭൂമിയിൽ ഉടന്നു വലയുന്ന ഹാഗാറിനെ പോലെ ഉള്ളുരുകി വേദനിക്കുന്ന ചില വിഷയങ്ങളെ ആത്മാവ് ഇടപെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. നിന്റെ പരിമിതികളെ മാറ്റിയേച്ച് അവൻ അടുത്ത തലങ്ങളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് ഒരു മറുപടിയുടെ കരത്ത് തെളിയിക്കാൻ നീ സേവിക്കുന്നതും വിശ്വസ്തനാണെന്ന് ആത്മാവ് നിന്നോട് ഇടപെടുകയാ. സ്തോത്രം. കരമുയർത്തി കർത്താവിന് മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പലരും പറയും ശ്രമിക്കണ്ട, ഇനി പ്രാർത്ഥിക്കണ്ട. അയ്യോ എൻ്റെ മോന് വേണ്ടി ഞാൻ എത്ര വർഷമായി കരയുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി എത്ര നാളായി. അവനൊന്ന് മടങ്ങി വന്നെങ്കിൽ, ആ വ്യക്തി ഒന്ന് പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നെങ്കിൽ, ഒന്നുകൂടെ എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാനിരുന്നെങ്കിൽ, എൻ്റെ കൂടെ ഒന്ന് ദൈവകൃപയിലേക്കൊന്ന് വന്നെങ്കിൽ കൊള്ളാമെന്ന് കൊതിച്ചിരിക്കുന്ന കൂടപ്പിറപ്പേ, ആത്മാവ് ഇടപെടുകയും നിന്റെ ശ്രമം അവൻ മാറ്റിവെക്കരുത്. അടുത്ത ലെവലിൽ കേറിക്കോണം. ഇന്ന് പകൽ സ്വർഗം ഇടപെടാൻ പോകുകയാ. അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? 3-ാമത്തെ വാക്യത്തിൽ അവൻ വളർച്ചയിൽ കുറുകിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അപ്പൊ കഴിയാതെ വന്നതുകൊണ്ട് നിരാശനായി പോയില്ല കേട്ടോ. കഴിയാതെ വന്നതുകൊണ്ട് തളർന്നു പോയില്ല. തിരുവഴുത്തിൽ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, അവൻ മുൻപോട്ടോടി. എത്ര ഇന്ന് പകൽ അവൻ മറുപടി കണ്ടില്ലെന്ന് പറഞ്ഞു ഒതുങ്ങിയിരിക്കേണ്ടതല്ല എന്റെ ജീവിതം. അവൻ മുൻപോട്ട് അടുത്ത കാൽച്ചുവട് വെച്ച പ്രാർത്ഥനയുടെ ആത്മതലത്തിൽ കയറി വന്നാൽ ഒരു മറുപടി എനിക്ക് വേണ്ടി കൈമാറുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ മൗനമായി ഇരിക്കരുത്. ഇന്ന് പകൽ ഒരു ദൈവിക പ്രവൃത്തിയിൽ സ്വർഗം തെളിയിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരെന്റെ കൂടെയുണ്ട്? സ്വർഗം ഇന്ന് പകൽ നിങ്ങളെ തൊടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ കർത്താവിന്റെ ദാസി ലാലി കോശിയോട് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടി നീ മുൻപിലേക്ക് കയറി വരിക. ആമേൻ. അസ്ഥി വേറെ മാംസം വേറെ ശിഥിലമായി കിടക്കുന്നതിന് സൈന്യമാക്കി പുറത്തു കൊണ്ടുവന്നതുപോലെ ആത്മാവ് ഇടപെടുന്നു. നീ കരയുന്ന ഒരു വിഷയം, അതിപ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതിന്റെ നടുവിൽ ഡിസംബർ തീരുന്നതിന് മുൻപ് തന്നെ നിന്റെ കമിൻ ഏത് സ്ഥാനത്ത് നീ കരഞ്ഞോ ആ സ്ഥാനത്ത് നിന്റെ മറുപടിയുമായി നിൽക്കത്തക്ക നിലകളിൽ ഒരു പ്രവൃത്തിയുടെ കരം ചലിക്കുകയാണെന്ന് ആത്മാവിന്ന് പകൽ ശക്തമായി ദൂതിടപെടുകയാ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പൊ പരിമിതികൾ കാര്യമാക്കിയാൽ എത്തേണ്ടടുത്ത് നമ്മൾ എത്തുകയല്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പരിമിതികൾ കാര്യമാക്കിയാൽ എത്തേണ്ടടുത്ത് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കുകയില്ല. പരിമിതികൾ ഉണ്ടെങ്കിലും ഇവിടെ ഭക്തൻ പരിശ്രമിക്കുകയാണ്. എത്ര പേർ ആത്മാവിൽ ആ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? ആമേൻ. ഇതുകൊണ്ടൊന്നും ഞാൻ മടുത്തു പോകുകയല്ല. ഇതുകൊണ്ടൊന്ന് പറ പിശാചിനോട് ഉറക്കെ അവൻ കേൾക്കെ പറ, ദൂട്ട പിശാചെ, ഈ വിഷയം കൊണ്ടൊന്നും ഞാൻ ഒതുങ്ങത്തില്ല. എൻ്റെ പരിമിതിയെ ഞാൻ നോക്കുകയല്ല. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എന്റെ ലക്ഷ്യം അവനെ കാണണം. എന്റെ ലക്ഷ്യം എനിക്കൊരു വിടുതൽ കാണണം. എന്റെ ലക്ഷ്യം എന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടാകണം. 25-ാം വർഷം തീരുന്നതിന് മുൻപ് എനിക്ക് ആ വിടുതൽ കാണണം. അതുകൊണ്ട് പിശാചേ, ഈ താങ്ക്സ് ഗിവിംഗ് വീക്കിൽ നന്ദി പറയേണ്ട എന്റെ നാവിനെ പൂട്ടിവെക്കുന്ന കാലം തീരുകയാണടാ. അടുത്ത ലെവലിലേക്ക് എന്നെ ദൈവം കൈപിടിക്കുകയാണെന്ന് ഉള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ മൗനമായി ഇരിക്കരുത്. ആധാരം തുറന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുകയാ. ഇവിടെ കണ്ടോ, തിരുവഴുത്തിൽ പറയുകയാണ്, പരിമിതി കണ്ടൊന്നും അവൻ ഒതുങ്ങി നിന്നില്ല, അവൻ മുൻപ് ഓടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ പരിശ്രമിച്ചിട്ട് കഴിയാതെ വന്നു കഴിഞ്ഞാൽ, അതല്ലയോ അവിടെ എഴുതിയിരിക്കുന്നത്, ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. അപ്പോ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാ. പരിശ്രമിച്ചിട്ടും കഴിയാതെ വന്നാൽ പുറകോട്ട് പോകരുത്.
എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശ്രമിച്ചിട്ടും കഴിയാതെ വന്നാൽ പുറകോട്ട് പോകരുത്. അതിന്റെ അർത്ഥം പറയാം, ആത്മീകർക്ക് പുറകോട്ട് വഴിയില്ല മക്കളെ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ആത്മീകർക്ക് എനിക്ക് വളരെ സ്നേഹമാണ് നിങ്ങളോട് കേട്ടോ, വളരെ സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുന്നവരാ, വചനവുമായിട്ട് ഈടുറ്റ ബന്ധം പുലർത്തുന്നവരാ. അങ്ങനെയുള്ള നിങ്ങളോട് ഞാനൊരു വാക്ക് പറയാം, പരിശ്രമിച്ചിട്ട് കഴിയാതെ വരുമ്പോ അവൻ പുറകോട്ട് പോകരുത്. കാരണം ആത്മീയർക്ക് പുറകോട്ട് വഴിയില്ല. ആത്മീയർക്ക് എപ്പോഴും മുൻപോട്ടാണ് വഴികൾ കിടക്കുന്നത്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അവൻ ഇന്ന് പകൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ പറ, എന്റെ വഴി ഞാൻ കാണാൻ പോകുകയാ. മറിച്ച് ആത്മാവിൽ പറ, എന്റെ വിടുതൽ ഞാൻ കാണാൻ പോകുകയാ. അവൻ ദുട്ടപ്പിശാചേ, വഴി എത്ര അടച്ചു വച്ചാലും ഞാൻ ആത്മാവിൽ അത് കാണും. എത്ര പേർക്ക് ഇന്ന് പകൽ അങ്ങനെയൊന്ന് വാ തുറന്ന് പറയാൻ കഴിയും? ലിന്നാൻഡി ആത്മാവിൽ പറ, ആമീൻ. ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, ഒത്തിരി കാലമായി അറിയാവുന്ന ആമീൻ സ്നേഹമുള്ള ദൈവദാസന്മാരോട് പലപ്പോഴും ചങ്കുപൊട്ടി പറയാറുണ്ട്, പാസ്റ്ററെ ആ വിഷയം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണേ. ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, ശ്രമിച്ചിട്ടും ആ മറുപടി കാണാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി ദൂതുറപ്പിക്കുകയാണ്, പുറകോട്ട് പോകരുത്, മുൻപിലേക്ക് പോയിക്കൊള്ളുക. ഒരു വഴി ആത്മാവ് തുറക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുടെ കൂടെയുണ്ട്? ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, 2025 തീരുന്നതിനകത്ത് ചിലത് ദൈവം എനിക്ക് വേണ്ടി തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോ ശ്രമിച്ചിട്ടും കഴിയാതെ പോകുമ്പോൾ ആത്മീയത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? പുറകോട്ട് പോകരുത്. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ മോശയുടെ മുന്നിൽ വഴി അടഞ്ഞു നിൽക്കുകയാ. സ്തോത്രം. ആമേൻ. ജനം ഇങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ആമേൻ. ഫറവോന്യ അധികാരത്തിൽ പിടിപെട്ട് കിടന്ന ജനത്തെ വിമോചിച്ചുകൊണ്ട് മോശ മുൻപിലേക്ക് ജനത്തുമായി കയറി വരികയാ. സ്വർഗം അവരെ ചെങ്കടലിന്റെ തീരത്തെത്തിച്ചു. ഇനി എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. അങ്ങനെ സകല വഴികളും അടഞ്ഞ്. കാരണം എന്നാന്നറിയോ? പുറകോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ച ആർത്ത് ഇരമ്പുന്ന ആമേൻ സ്തോത്രം ഫറവോന്യ സൈന്യമാ. മുൻപോട്ട് നോക്കിയാൽ പുറകോട്ട് അട്ടഹസിക്കുന്ന ഫറവോന്യ സൈന്യവും മുൻപിൽ ആർത്ത് ഇരമ്പി വരുന്ന ചെങ്കടലുമാ. ഇനി എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല, ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന മോശയോടും കൂട്ടരോടും കൂടെ പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞൊരു പദമുണ്ട്. നിങ്ങൾക്കറിയോ? ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മോശയുടെ മുന്നിൽ വഴിയടഞ്ഞു നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറയുക, കരയാതെ ഈ ജനത്തോട് മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ. കരയാതെ ഈ ജനത്തോട് ദൈവാത്മാവ് ഇടപെടുകയാ. നീ കരയരുത്. ഇനി ആ വിഷയത്തെ ഓർത്ത് നീ നെടുവീർപ്പെടരുത്. ഇനി ആ വിഷയത്തെ ഓർത്ത് നീ കലങ്ങരുത്. അവൻ മുൻപോട്ട് കേറിക്കോ. കാരണം എന്നാന്നറിയോ? ഇന്ന് പകലൊരു വഴി ദൈവം തുറക്കാൻ പോകുകയാ. അപ്പൊ ശ്രമിച്ചിട്ടും കഴിയാതെ പോകുമ്പോൾ ആത്മീയത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. നമ്മുടെ ജീവിതം അങ്ങനെയാ. ഒരു ദൂത് കേട്ട് വിടുതൽ നടന്നില്ലെന്ന് പറഞ്ഞ് പിന്നെയും നമ്മൾ ഇങ്ങനെ മടുത്തു പോകുന്ന അനുഭവമുണ്ട്. അത് തെറ്റല്ല, സ്വാഭാവികമാ, സംഭവിച്ചേക്കാം. പക്ഷേ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാ. ഉത്തരവാദിത്വത്തിൽ നിന്ന് നീ പുറകോട്ട് പോകരുത്, മുൻപോട്ട് പോക്കൊള്ളുക. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയാണ്. അറിയാവുന്നവർ എന്റെ കൂടെ ഒന്ന് പറഞ്ഞേക്കണേ, പിൻപിലുള്ളത് മറന്ന്. അടുത്ത പദം പറ, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക് ഓടുക. ഇന്ന് പകൽ അവൻ മുൻപിലേക്ക് ഓടിയാൽ, മുൻപിലേക്ക് ശ്രമിച്ചും നീ കേറിയാൽ അവൻ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? സക്കായി മുന്നിലോട്ട് ഓടിയപ്പോൾ ഒരു സാധ്യത ഇതാ തെളിഞ്ഞു വരികയാ. ഒരു സാധ്യത വെളിപ്പെട്ടു വരികയാ. എന്താ സാധ്യത എന്നറിയാമോ? അവന്റെ
പരിമിതികളെ അതിജീവിക്കുന്ന ഒരു സാധ്യത സ്വർഗമിത ഒരു കാട്ടത്തി അവിടെ ഉറപ്പിക്കുകയാ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഇതിനു മുമ്പേ കാട്ടത്തിയിൽ കയറി കർത്താവിനെ കണ്ട ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സക്കായിക്ക് യേശുവിനെ കാണാൻ മുഖാന്തരമായി ഒരു കാട്ടത്തിയെ എന്റെ ദൈവം ഒരുക്കി വെച്ചെങ്കിൽ പിന്മാറുന്നവനല്ല കേട്ടോ മറുപടി കാണുന്നത്, പതറി നിൽക്കുന്നവനല്ല മറുപടി കാണുന്നത്. മുൻപിൽ കാൽച്ചുവട് വെച്ച് ഓടിക്കയറുന്നവന് ദൈവം അവൻ നിനക്ക് ഒരു സാധ്യത ദൈവം തെളിയിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. വിടുതലിന്റെ കരം ഇന്ന് പകൽ ചലിക്കാൻ പോകുകയാ. സ്തോത്രം. അവൻ കാട്ടത്തിയ ദൈവം വെളിപ്പെടുത്തുകയാ. വഴി അടയുമ്പോൾ ചെങ്കടലിനകത്ത് വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. മുൻപിലേക്ക് പൊയ്ക്കൊള്ളുക. ചില മറുപടികൾ ആരോടോ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. അവൻ നിനക്ക് മുമ്പിൽ ഒരു സാധ്യത ദൈവം തെളിയിക്കാൻ പോകുകയാ. സാധ്യത ദൈവം തെളിയിക്കാൻ പോകുകയാ. സാധ്യതകൾ ദൈവം തെളിയിക്കാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേർ എന്റെ കൂടെയുണ്ട്? ആത്മാവ് ഇടപെടുന്നു. ചില സാധ്യതകൾ ഇന്ന് പകൽ പറ. അടുത്ത ഒരു നന്ദിവാദകം പറയാൻ എന്റെ മുമ്പിൽ ചില സാധ്യതകൾ ദൈവം തെളിയിക്കുകയാണെന്ന്. എല്ലാ വഴിയും അടയുമ്പോൾ, എല്ലാ വാതിലും അടഞ്ഞു മാറി ജീവിതത്തിനകത്ത് ഇരുട്ട് കയറി പിടിക്കുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്ന് ആകുലതകൾ വരുമ്പോൾ ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായിട്ട് ഇടപെടുകയാണ്. അമ്മയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആദി വേണ്ട കേട്ടോ, ആശങ്ക വേണ്ട കേട്ടോ, ആകുലത വേണ്ട. ഒരു സാധ്യത ദൈവം 2025 തീരുന്നതിന് മുമ്പ് ദൈവം തെളിയിക്കാൻ പോകുക. പല പരിമിതികളും നിന്നെ ഒതുക്കി 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 ഒരു മുറിക്കകത്തിട്ട് പൂട്ടിക്കളയുന്നത് പോലെ ഒതുക്കി വെക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നു. സാധ്യത തെളിയിക്കാൻ പോകുക. ലൂസിമാമേ, അമ്മാമേ, അവൻ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. സ്വർഗം ചില സാധ്യതകൾ തെളിയിക്കാൻ പോകുക. അവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്ത് പുറമേ ചിരിച്ച് സന്തോഷിക്കുന്നെങ്കിലും അകത്തനുഭവിക്കുന്ന ചില പരാജയത്തിന്റെ കൊടികളെ ആത്മാവ് അമ്മാമയോട് തൂതു പറയുന്നു. അവൻ ചില പരാജയത്തിന്റെ കൊടികളെ അടപടലം അടിച്ചു മാറ്റി പകരം ഒരു ജയത്തിന്റെ യഹോവ നിസി എന്ന കൊടി നിന്റെ കുടുംബത്തിനകത്ത് ഉയർത്താൻ ഒരു തേജസ്സിന്റെ കരം ഇന്ന് പകൽ ചലിക്കുകയാണെന്ന് ആത്മാവ് ശക്തമായി ദൂതടപെടുകയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അവൻ പതറി നിൽക്കുകയല്ല, പേടിച്ച് നിൽക്കുകയല്ല, മുൻപിലേക്ക് ഓടിക്കേറുന്ന ഒരാത്മമണ്ഡലത്തിലേക്ക്. എത്ര പേർ ഇന്ന് പകലിൽ ആ നഷ്ടപ്പെട്ട പ്രാർത്ഥന ഒന്ന് തിരികെ പിടിക്കും? അന്യപ്പെട്ടു പോയ ആത്മമണ്ഡലത്തെ ഒന്ന് തിരികെ പിടിക്കും? കൈവിട്ടുപോയ ദൈവകൃപയെ എത്ര പേർ ഇന്ന് പകലും ആത്മാവിൽ തിരിഞ്ഞു പിടിക്കും? ആമേൻ, സ്തോത്രം. ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് ഒന്ന് മുൻപിലേക്ക് കേറിക്കോ. എനിക്കറിയത്തില്ല, ചില കുടുംബങ്ങൾ ജയത്തിന്റെ ശ്രീലാളിതരായി എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. വിശ്വസിക്കുന്നവർ എത്ര പേരുടെ കൂടെയുണ്ട്? അവൻ ഞാനത് പറയുമ്പോൾ അവൻ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അവൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടവനാണേലും മുൻപ് അവന്റെ മുൻപിൽ ചില സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവൻ പരിശ്രമിച്ചിട്ടും കഴിയാതിരിക്കുമ്പോൾ അവൻ മുൻപോട്ട് ഓടുന്നവന്റെ മുമ്പിൽ ചില സാധ്യതകൾ വെളിപ്പെടുകയാണ്. ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾക്കറിയാമോ, സായുധരായി നിൽക്കുന്ന, ആയുധങ്ങളുമായി നിൽക്കുന്ന അവൻ സ്തോത്രം ഇസ്രായേൽ സൈന്യം പിടികിട്ടുന്നുണ്ടോ? ശൗലിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയാ. ഏലാത്താഴ്വരയിൽ 40 ദിനരാത്രങ്ങൾ മലനായിരിക്കുന്ന ഗോലിയാത്തുമായി യുദ്ധം നടക്കുമ്പോൾ ഒരു വിടുതലും കാണാൻ കഴിയാതെ മനസ്സു വേദനിച്ച് മനം മടുത്ത് തണുത്തുറഞ്ഞു നിൽക്കുമ്പോൾ ദേ കണ്ടോ, കയ്യിൽ കവണയുമായിട്ട് മുന്നോട്ട് ഓടുകയാ ഒരുത്തൻ. ഹല്ലേലൂയ. എത്ര പേരെന്റെ കൂടെയുണ്ട്? ശൗല് പറഞ്ഞു, കൂടെയുള്ളവര് പറഞ്ഞു, ഇടം നിന്നെ കൊണ്ടൊക്കെയല്ല, നിന്നെ കൊണ്ട് കഴിയുകയല്ല. ആമേൻ, സ്തോത്രം. നിനക്കതിനുള്ള പൊക്കമോ വണ്ണമോ തടിയോ ഒന്നും ഇല്ലടാ, നിന്നെ കൊണ്ടൊക്കെയല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഇന്നലകളിൽ നടത്തിയ ദൈവത്തിന്റെ നന്ദിവാദകത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ളവൻ പിടികിട്ടിയോ? ഇന്നലകളിൽ ആരും കാണാതെ വനത്തിന്റെ ഉള്ളറകളിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ ആടുകളെ പിടിക്കാൻ കയറി വന്ന സിംഹത്തെയും കരടിയെയും വലിച്ചു കീറിയ എക്സ്പീരിയൻസ് ഉള്ളവൻ ഉണ്ടോ? 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 കഴിഞ്ഞ 10.5 മാസം നടത്തിയ വിധങ്ങൾ അറിഞ്ഞവർ, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടോ ഇതിനകത്ത്? അങ്ങനെയുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇത് താങ്ക്സ് ഗിവിംഗ് വീക്കാണ് മക്കളെ. അതുകൊണ്ട്
ഇന്നലകളിൽ നടത്തിയ വിധത്തിന്റെ ഈ എക്സ്പീരിയൻസ് ഉള്ളവർ അടങ്ങി നിൽക്കരുത്. കഴിഞ്ഞ 11.5 മാസം കഴിഞ്ഞു. നിന്റെ മുമ്പിൽ ഗോലിയാത്ത് തല ഉയർത്തി നിൽക്കുന്നത് പോലെ ചില വിഷയങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ ആത്മാവ് ഇടപെടുകയാ. പരിമിതികൾ നോക്കിയില്ല കേട്ടോ. നാട്ടുകാര് പറഞ്ഞു, ഇത് നിന്നെ കൊണ്ടൊക്കെയല്ലടാ, യുദ്ധം കാണാനല്ലയോടാ നീ വന്നതെന്നൊക്കെ പറഞ്ഞ് ദാവീദിനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അതിന്റെ നടുവിൽ അകത്ത് കൃപയുള്ളവൻ മുൻപോട്ട് ഓടുകയാ. എങ്ങനെ? കല്ലും കവണയും കൊണ്ട്. എത്ര പേർ ഇന്ന് പകൽ ഒന്ന് മുൻപിലേക്കൊന്ന് കയറി വരാൻ മനസ്സ് വയ്ക്കുക. മുൻപോട്ട് തയ്യാറായപ്പോൾ കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ 1 ശമൂവേൽ 17 കാര്യമ പറയുന്നത്. ഗോലിയാത്തിനെ പേടിച്ച് 40 ദിവസം മുന്നോട്ട് വരാതെ പതുങ്ങി നിന്ന ശൗലിന് വിജയിക്കാൻ കഴിഞ്ഞില്ല, രക്ഷപ്പെടാനും രക്ഷിക്കാനും കഴിഞ്ഞില്ല. എന്നാൽ മുന്നോട്ടോടിയ ദാവീദ് ഇസ്രായേൽ രക്ഷിച്ചെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാ. അവൻ നിന്റെ മേൽ ഒരു അസാധാരണമായ നിന്നെ ഒതുക്കിയ ചില ശക്തികളെ ഇന്ന് പകൽ വകഞ്ഞു മാറ്റി മുൻപോട്ട് ഓടിക്കേറി നിന്റെ തലമുറ മുച്ചോട് മുടിച്ചു കളയാൻ, നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കി കളയാൻ, നിന്റെ ശാരീരിക മേഖലകളെ തകർത്ത് കളയാൻ ആത്മാവ് ഇടപെടുന്നു. ജീവിച്ചു കൊതി തീരുന്നതിന് മുൻപ് വെട്ടിയേറെ താറടി മണ്ണിൽ ഒതുക്കിക്കളയാൻ, നിന്റെ ആയുസിനെതിരെ ഉളവീശി നിൽക്കുന്ന പൈശാചിക തലങ്ങള് ആത്മമണ്ഡലത്തിൽ വെട്ടിക്കേറാൻ ഇന്ന് പകലിൽ മുൻപ് കയറുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവൻ ഈ പകൽ നിങ്ങളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം പറയുക. കാരണം എന്നാന്നറിയോ? ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. ദാവീദേ, കഴിഞ്ഞ 40 ദിവസമായി കാണാതിരുന്നൊരു ജയം മുൻപോട്ട് ഓടിക്കേറുന്ന നിന്നിലൂടെ ഞാൻ ചെയ്തെടുക്കാൻ പോകുകയാ. കാരണം എന്നാന്നറിയോ? അടുത്തൊരു നന്ദിവാദത്തിന്റെ ശബ്ദം ഉയർത്താൻ മോനെ ഞാൻ കണ്ടേക്കുന്നതാ. എത്ര പേർക്ക് ദൂതേറ്റെടുക്കാൻ കഴിയോ? ഇന്നലകളിൽ 11.5 മാസം നടത്തിയ വിധത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ഡിസംബർ തീരുന്നതിനകത്ത് എന്റെ ദൈവം എന്റെ തലമുറയെ എന്റെ കയ്യിൽ മടക്കി തന്നു, എന്റെ ദൈവം എന്റെ കുടുംബത്തെ എനിക്ക് തന്നു, എന്റെ കുടുംബത്തെ ദൈവകൃപയിൽ ദൈവം പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യത്തിലേക്ക് അവൻ എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ എന്റെ ദൈവം എന്റെ കയ്യിൽ തന്നു എന്ന് പറയത്തക്ക നിലയിൽ ഒരു സാക്ഷ്യം പറയാൻ, ഒരു നന്ദിവാദകം പറയാൻ നിന്റെ നാവിൽ കരുത്തേകാൻ ഈ 40 ദിവസം നടക്കുന്നതിന്റെ നടുവിൽ ദാവീദിനെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ എനിക്ക് വേണ്ടി ഒരു കരം ചലിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ മൗനമായിരിക്കരുത്. പറ, ഇത് ശ്രമിച്ചിട്ടും കഴിയാതിരിക്കുന്ന പകലല്ല. മുൻപോട്ടോടി കയറുമ്പോൾ, പ്രാർത്ഥനയിൽ കയറി വയ്ക്കാമെന്ന് വരുമ്പോൾ, ആത്മമണ്ഡലത്തിൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ചില വിടുതലുകൾ ഇന്ന് പകൽ ഒരു കാട്ടത്തിയുടെ സാധ്യത തെളിഞ്ഞതുപോലെ ഈ മീറ്റിംഗിനകത്ത് ഒരു മറുപടിയുടെ സാധ്യത എന്റെ ദൈവം തെളിയിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരെന്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് പകച്ചു നിൽക്കരുത്, പതറി നിൽക്കരുത്. അവൻ മുൻപോട്ട് കേറിക്കോ. അവൻ ചില വിടുതലുകൾ കാണാൻ പോകുകയാ. 40 ദിവസം ഒരു വിടുതലും കാണാതെ പതുങ്ങി നിന്ന ശൗലിന് അവരെ ജയിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പക്ഷേ അവൻ മുൻപോട്ട് ഓടിക്കേറിയ കല്ലും കവണയുമായി ചാടി പുറത്തു വന്ന ദാവീദിനെ കൊണ്ട് ദൈവം ചിലത് ജയിപ്പിച്ചെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവ് ഇടപെടുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. എല്ലാവരും വചനം വ്യാഖ്യാനിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. എല്ലാവരും ആത്മശക്തിയിൽ ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കാൻ നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ ശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആത്മാവ് ഇടപെടുകയാ. സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരെന്റെ കൂടെയുണ്ട്? കരമുയർത്തി ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കരേറ്റിയാട്ടെ. ഹല്ലേലൂയ. അപ്പോ 10 വട്ടം ശ്രമിച്ചിട്ട് നടക്കാതെ വരുമ്പോ പുറകോട്ട് പോകരുത്. അവൻ മുൻപോട്ട് തന്നെ പോകണം. അവൻ ആത്മീയത്തിന്റെ പ്രത്യേക തടസ്സങ്ങളെയൊക്കെ ഈ കാലഘട്ടങ്ങളിൽ കണ്ട് അവൻ പുറകിൽ നിന്നവരാരും ചില വഴികളൊന്നും കണ്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? വിടുതലും കണ്ടിട്ടില്ല. പക്ഷെ മുന്നോട്ട് ചെന്നവർ സാധ്യതകൾ കാണുകയാണ്. എന്നാറേ അവൻ മുൻപോട്ടോടി. സ്തോത്രം.
നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് മറ്റൊരു ആശയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. അവൻ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദിവസം സംഭവിച്ച ഒരു കഥയുണ്ട്, ഒരു കാര്യമുണ്ട്. എന്നാന്നറിയോ, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദിവസം ചില സഹോദരിമാർ കല്ലറയിൽ സുഗന്ധദ്രവ്യവുമായി പോകുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. കൂട്ടത്തിൽ കേൾക്കുന്നുണ്ടോ? അവൻ ശ്രദ്ധിച്ചെന്റെ കൂടെ വരണം, അറിയാവുന്ന കാര്യമാ. ഇവരിങ്ങനെ പോകാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോ കൂട്ടത്തിലുള്ളൊരു പെങ്കൊച്ച് പറഞ്ഞു, സ്തോത്രം, ഒരു വലിയ കല്ലറ, ഒരു വലിയ കല്ല് ആ കല്ലറവാതിക്കൽ ഇരിപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ ആ കല്ലറയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ, സുഗന്ധദ്രവ്യവുമായിട്ട് ഇവര് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരു വിളിച്ചു പറയുക. വിളിച്ചു പറഞ്ഞ എന്നാന്നറിയോ, ആ കല്ലറയിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കാർക്കും ഇത് ഉരുട്ടി മാറ്റാൻ കഴിയത്തില്ല. സ്തോത്രം. അടുത്ത പദം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആർ നമുക്ക് വേണ്ടി ഈ കല്ല് 2025 വേദനിക്കുന്ന കൂടെ പറ ഇന്ന് ഈ കല്ല് എനിക്ക് വേണ്ടി ആരുരുട്ടി മാറ്റും. അതാണ് നമ്മുടെ വിഷയം. മുൻപിൽ ഒരു വലിയ കല്ല് ഇരിക്കുകയാ. സ്തോത്രം. വലിയ പാരമ്പര്യമുള്ള വലിയ വിഷയം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാ. നിങ്ങൾക്കറിയോ, ആര് ഉരുട്ടി മാറ്റും? സത്യം പറഞ്ഞ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് നിന്നെ കൊണ്ട് പറ്റുമോ, ഇല്ല എന്നെ കൊണ്ട് പറ്റുകയല്ല. രണ്ടുപേരും തമ്മി ഇങ്ങനെ പറഞ്ഞു നിന്നാൽ നിങ്ങൾ പറ, ഇവർക്ക് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകാൻ പറ്റുമായിരുന്നോ? നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുതരികയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഒരു പെങ്കൊച്ച് പറയുക, ഈ കല്ല് ആരാ ഉരുട്ടി മാറ്റുന്നേ? എന്നെ കൊണ്ട് പറ്റുകയല്ലടി, നിന്നെ കൊണ്ട് പറ്റുമോ? ഈ ചോദ്യം ചോദിച്ച് അങ്ങോട്ടും തന്നെയും പിന്നെയും ചോദ്യം ചോദിച്ച് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നെങ്കിൽ സത്യം പറ വല്ല വിടുതലും കാണുമായിരുന്നു. പക്ഷെ ആര് ഈ കല്ല് ഉരുട്ടി മാറ്റുമെന്നൊരു ചിന്ത അകത്തുണ്ടെങ്കിലും സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്ന ആശയം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, അതിന്റെ മറുപടി കണ്ടെത്താൻ കഴിയാതെ നിന്നിടത്ത് അവര് നിന്നിരുന്നെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? അവർ അയ്യോ ഒരു വലിയ തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് നിന്ന സ്ഥലത്ത് അവർ നിന്നിരുന്നെങ്കിൽ ഒരിക്കൽ പോലും കല്ല് നീങ്ങിയിരിക്കുന്നത് അവർ കാണത്തില്ലായിരുന്നു. എന്നാൽ അവർ പരാതി പറഞ്ഞു നിന്നില്ല, പരിഭവം പറഞ്ഞു നിന്നില്ല. ഈ കല്ലാരുരുട്ടി മാറ്റുമെന്ന ചിന്തയോടുകൂടെ അവിടെ നിൽക്കാതെ അവർ മുമ്പോട്ട് പോകുകയാ, അവർ മുമ്പോട്ട് കയറി ചെല്ലുകയാ. അതുകൊണ്ട് ഒരത്ഭുതം ആ സഹോദരിമാർ കണ്ടെങ്കിൽ എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ പരിഭവം പറഞ്ഞിരിക്കാതെ മുൻപോട്ട് കയറി വാ. ചില വിടുതലുകൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുകയാ. മുൻപോട്ട് ഓടി വരുമ്പോൾ അതാ കല്ലറ തുറന്നിരിക്കുകയാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായിട്ട് ഇടപെടുകയാണ്. തടസ്സങ്ങൾ മുൻപിലുണ്ടെങ്കിലും മടിച്ചു നിൽക്കരുത്. കൂടെ പുറത്ത് ഒരു നന്ദി വാചകം പറയാനുള്ള കരം ഇന്ന് പകൽ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. എത്ര പേർക്ക് ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാൻ കഴിയാം? ആമേൻ. മടിച്ചു നിൽക്കാതെ മുൻപോട്ട് കേറിക്കോ. നീ ചെല്ലുമ്പോൾ തന്നെ, നീ ചെല്ലുന്നതിന് മുൻപ് തടസ്സങ്ങളെ നീക്കാൻ ഒരു ഉടയവന്റെ കരം ഇന്ന് പകൽ ചലിക്കാൻ പോകുക. ഞാനിത് ഈ സന്ദേശം കൺകൂടിയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായിട്ട് ഇടപെടുക. ചില നീങ്ങിയ കല്ലുകൾ നീ കാണാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയത്തില്ല, ദൈവാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുകയാ. നീങ്ങിയ കല്ലുകൾ കഴിയുന്നിടത്തോളം നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് ഈ ദൂത് ഏറ്റെടുക്കാൻ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണേ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് ഇടപെടുകയാ. നീങ്ങിയ കല്ല് ജോണച്ച പ്രാർത്ഥനകൾ പാഴാകത്തില്ല കേട്ടോ. ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചില മറുപടികൾ കാണാൻ പോകുക. ദൈവാത്മാവ് ഇടപെടുന്നു. കയ്യിൽ എണ്ണുന്ന ദിവസങ്ങളെ ഇനിയുള്ളൂ ഈ മാസം തീരാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടി ചിലത് വെളിപ്പെടാൻ പോകുകയാണ്. പ്രാർത്ഥനയുടെ മുമ്പിൽ ചില മറുപടി ഈ കല്ലാരി ഞങ്ങൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റും. ആരുരുട്ടി മാറ്റും? ഇന്ന് പകൽ കേൾക്കണോ നിങ്ങൾക്ക്? യഹൂദ മര്യാദ പ്രകാരം വെള്ളിയാഴ്ച വൈകുന്നേരം ശബത്താചരണത്തിന് തൊട്ട് മുൻപ് വളരെ തിടുക്കത്തിൽ നസ്രായനെ അരിമത്യക്കാരന്റെ കല്ലറയിൽ അടക്കുകയാ. ആ സന്ധ്യയെങ്കിൽ കേൾക്കുന്നുണ്ടോ? മറിയടക്കമുള്ള ആളുകൾ കല്ലറ വിടുമ്പോൾ കണ്ടത് അടഞ്ഞ ചില കല്ലുകളാ. സ്തോത്രം.
കിട്ടുന്നുണ്ടോ? കല്ലറവാതിക്കൽ റോമൻ സാമ്രാജ്യം മുട്ടുകുത്തി ഉരുട്ടിവെച്ച വലിയ കല്ലാണ് ഇവർ കണ്ടത്. പക്ഷെ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ പ്രഭാതത്തിൽ അത് അരിമത്യക്കാരന്റെ കല്ലറയ്ക്കൽ മറിയ എത്തിയപ്പോൾ കണ്ടത് നീങ്ങിയിരിക്കുന്ന കല്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. മണ്ണിൽ നിന്നുള്ളവന്റെ മേൽ മാത്രം റോമൻ സാമ്രാജ്യത്തിന് അധികാരമുള്ളപ്പോൾ വിണ്ണിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ മുദ്ര വെച്ച ആ കല്ലിനെ ഇതാ തള്ളി നീക്കുകയാ. പീലാത്തോസിന് വിരിച്ചകത്താക്കാൻ പറ്റാത്ത, സന്നിഹിതരിൻ സംഘങ്ങൾക്ക് കള്ളസാക്ഷ്യങ്ങൾ ആരോപിക്കാൻ കഴിയാത്ത, മതകോടതികൾക്ക് വിസ്തരിക്കാൻ കഴിയാത്ത, വിരലടയാളം കല്ലിൽ പതിയാത്ത, റോമൻ പടയാളികൾക്ക് പിടിച്ചുകെട്ടാൻ സാധിക്കാത്ത, ജഡവാസമില്ലാത്ത കരമിതാ കല്ലിൽ തൊട്ടിരിക്കുകയാ. വിഷയങ്ങളിൽ വിഷയത്തിന്റെ മറുപടി എവിടെ കാണാം എന്ന് കരുതുമ്പോൾ ഒരു കാര്യം ഇന്ന് പകൽ ഈ മീറ്റിങ്ങിനകത്ത് ചലിക്കുകയാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നീങ്ങിപ്പോകാത്ത ഒരു കല്ല് കണ്ട് അതിദുഃഖത്തിന്റെ ഒരു വിലാപ സന്ധ്യയുണ്ടെങ്കിൽ ഈ ദൂതേറ്റെടുക്കാൻ ആളുണ്ടോ ഇതിനകത്ത്? അവൻ ദൈവാത്മാവ് ഇടപെടുന്നു. നീങ്ങിപ്പോകാത്ത ഒരു കല്ല് കണ്ട് അതിദുഃഖത്തിന്റെ ഒരു വിലാപ സന്ധ്യ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നീങ്ങിയിരിക്കുന്ന കല്ല് കണ്ട് നൃത്തം വയ്ക്കുന്ന ഒരു പ്രഭാതത്ത് എന്റെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവരുടെ കരമൊന്ന് ചേർത്തടിച്ച് ആ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എത്ര പേർ രാമൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക്. നീങ്ങിപ്പോകാത്ത കല്ലുകൾ കണ്ട ഒരു വർഷമാണ് 2025. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നു. ഈ വർഷം തീരുന്നതിനകത്ത് നീങ്ങിപ്പോകുന്ന ഒരു കല്ല് അവൻ മുൻപിലേക്ക് കേറിക്കോ. നീങ്ങിപ്പോകുന്ന ഒരു കല്ല് ഇന്ന് പകൽ നീ കാണാൻ പോകുക. വിലങ്ങ് വെക്കട്ടെ, വിസ്തരിക്കട്ടെ, വിധിക്കട്ടെ, അടിക്കട്ടെ, ആക്ഷേപിക്കട്ടെ, ആണിയടിക്കട്ടെ, ക്രൂശിക്കട്ടെ, അടക്കം ചെയ്യട്ടെ, ഒടുവിൽ മുദ്ര വെക്കട്ടെ, കാവലേർപ്പെടുത്തട്ടെ, ഒടുവിൽ കനത്ത കല്ലുരുട്ടി വെക്കട്ടെ. പക്ഷേ 3-ാം നാൾ ഉയർക്കുമെന്ന ദൂത് നിന്റെ തലമേലുണ്ടെങ്കിൽ, അരുളപ്പാട് നിന്റെ തലമേലുണ്ടെങ്കിൽ, ഏത് കനത്ത കല്ലുരുട്ടി വെച്ചാലും മുൻപോട്ട് കയറി വരുന്നവർക്ക് മുൻപ് ഇന്നലെ ചിലതും നീങ്ങുമാണ്. പരിശുദ്ധാത്മാവൻ നിന്നോട് അവൻ വായിക്കാൻ നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ തലമേലുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, അവൻ മടിച്ചു നിൽക്കരുത്. ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരിക്കരുത്. മുൻപിലേക്ക് കേറിക്കോ. ദൈവാത്മാവിനെ അഴിക്കാൻ പോകുകയാ. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കളെ കരമുയർത്തി കർത്താവിന് ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. സംഘം ചേർന്ന് ഉരുട്ടി വെച്ചത് ഒരൊറ്റ ദൂതൻ തിരിച്ചുരുട്ടാൻ പോകുകയാ. ആരൊക്കെയോ ചേർന്ന് നിന്റെ തലമുറ ഒതുക്കി കേട്ടോ. ആരൊക്കെയോ ചേർന്ന് നിന്റെ കുടുംബത്തെ ഒതുക്കി. ദൂതേറ്റെടുക്കുന്നവരുണ്ടോ? നീ ജോലി ചെയ്യുന്ന ഓഫീസിൽ ആരൊക്കെയോ ചേർന്ന് നിന്നെ ഒതുക്കി വെച്ചിരിക്കുകയാ. ആരൊക്കെയോ ചേർന്ന് നിനക്കെതിരെ ചില കല്ല് ആമേൻ ഏറ്റെടുക്കുന്നവരുണ്ടോ ഇതിനകത്ത്? ഷാൽമാന റഖാനസിയ ആരൊക്കെയോ ചേർന്ന് നിന്നെ ആ ഓഫീസിൽ ഒതുക്കിയിട്ടിരിക്കുകയാ. നീ ഗതി പിടിക്കരുത്, നീ രംഗത്ത് വരരുത്, നീ പച്ച പിടിക്കരുത്, നിന്റെ തലമുറ ഉയർച്ച കാണരുത്. അവൻ ദൈവാത്മാവ് ഇടപെടുകയാ. ഉയർച്ച കാണാനല്ല, വളർച്ച കാണാനല്ല. ഇന്ന് പകൽ സ്വാമി ജോർജ് ആത്മാവ് ശക്തമായി ദൂതിടപെടുന്നു കേട്ടോ. അവൻ ഉയർച്ച കാണാനല്ല, വളർച്ച കാണാനല്ല, തകർച്ചയും തളർച്ചയും കാണാൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ എന്നതുപോലെ നീ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഇടപെടുന്നു. ആരൊക്കെ ഒതുക്കിയാലും നിന്റെ കുടുംബത്തിനകത്തൊരു വാഗ്ദത്തമുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ഇവൻ തെളിയിക്കാൻ പോകുകയാ. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു മറുപടിയുടെ കരം വെളിപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ പറ, ഒരു സാധ്യത ഇവൻ തെളിയിക്കാൻ പോകുകയാ. സംഘം ചേർന്ന് ഉരുട്ടി വെച്ചതിനെ എന്റെ ദൈവം നീക്കി മാറ്റാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ എത്ര പേരുടെ കൂടെയുണ്ട്? ആരൊക്കെയോ ചേർന്ന് നിന്റെ തലമുറ ആ കെട്ടിനെ ഇന്ന് പകൽ ദൈവം പൊട്ടിക്കാൻ പോകുകയാ. ആരൊക്കെയോ ചേർന്ന് നിന്നെ പ്രാർത്ഥനയിൽ മുന്നേറാൻ കഴിയാതെ
ഗതിപിടിക്കാൻ കഴിയാതെ, അഭിഷേകത്തിന്റെ ജ്വലനത്തിൽ കയറി വരാൻ കഴിയാതെ നിന്നെ ഒതുക്കിയത് ഇന്ന് പകൽ ദൈവം ഭരിക്കാൻ പോകുകയാ. ആത്മാവ് ഇടപെടുന്നു. നിന്റെ വീടിനകത്ത് സംഭവിച്ച ആ ഒരു വിഷയം നിമിത്തം നീ ഒതുങ്ങി 4 ചുറ്റും മുറിക്കകത്ത് ഒതുങ്ങിയിരിക്കുകയാ. രംഗത്ത് വരാൻ കഴിയുന്നില്ല, പുറത്തു വരാൻ കഴിയുന്നില്ല, ഒന്ന് പച്ച പിടിക്കാൻ കഴിയുന്നില്ല, വേണ്ടതുപോലെ വിശാലതയിലേക്ക് കയറി വരാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവാത്മാവ് ഇടപെടുന്നു. ആ കല്ലിന്ന് പകൽ നീങ്ങി മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ പറ ആമേൻ. നീങ്ങിയ കല്ല് ഞാൻ കാണും. താങ്ക്സ് ഗിവിംഗ് വീക്കായിട്ട്, നന്ദി സൂചകമായിട്ട് ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ആമേൻ നാവ് കൊണ്ടൊരു സാക്ഷ്യം പറയാൻ സ്വർഗം ഇതിനകത്ത് എഴുന്നേൽക്കുകയാ. നിങ്ങൾക്കറിയോ, വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഒരു പദമുണ്ട്, ഐ വാസ് ഇൻ ദ പത്മോസ്. ഞാൻ പത്മോസിലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ വചനവും എന്റെ ദൈവത്തിന്റെ സാക്ഷ്യവും നിമിത്തം, ദൈവവചനം ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം യോഹന്നാൻ എന്ന ഞാൻ ആമേൻ പത്മോസിലായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്ന മലയാളം പദം ഇങ്ങനെയാ, ഞാൻ പത്മോസിലായിരുന്നു. ഐ വാസ് ഇൻ ദ പത്മോസ്. പിടികിട്ടിയോ? ഞാൻ ആയിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, ആമേൻ ആമേൻ സ്തോത്രം 94 കാലഘട്ടങ്ങളിൽ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോ കേൾക്കണം, യോഹന്നാൻ പറയുന്നു ഞാൻ അവിടെ ആയിരുന്നു. പക്ഷെ എഴുതുമ്പോൾ ആ മനുഷ്യൻ പറയും ഞാൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ആയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ആ പത്മോസിലല്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ നാവ് കൊണ്ട് നീ ഒരു സാക്ഷ്യം പറയൂ. ഡിസംബർ തീരുന്നതിനകത്ത് കമോൺ, ഈ ദൂരത്തെടുക്കുന്ന എത്ര പേരെന്റെ കൂടെയുണ്ട്? നിന്റെ നാവ് കൊണ്ട് സാക്ഷ്യം നീ പറയൂ. എന്താ പറയുന്നത്? ഞാൻ പത്മോസിലായിരുന്നു. ഞാൻ 2025 ആ പ്രശ്നത്തിലായിരുന്നു. 2025 ആ കണ്ണുനീരിലായിരുന്നു. 2025 ഞാൻ ആ വേദനയിലായിരുന്നു. 2025 സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ ഞാനായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ അല്ല എന്ന് ഒരു സാക്ഷ്യം പറയത്തക്ക നിലകൾ 25 തീരുന്നതിനകത്ത് ഒരു സാക്ഷ്യത്തിന്റെ വർഷമാക്കി 2025 എന്റെ ജീവിതത്തിൽ സ്വർഗം തിരിച്ചുവിടുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ മൗനമായിരിക്കരുത്. പറ, ഈ ദിവസങ്ങൾ ശ്രമിച്ചിട്ടും കഴിയാതിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരു മറുപടിയുടെ കരം വെളിപ്പെടാൻ പോകുക. ശ്രമിച്ചിട്ടും കഴിയാതിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരു മറുപടി വെളിപ്പെടാൻ പോകുക. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക ഇന്ന് പകൽ? ഹല്ലേലൂയ. പരാതി പറഞ്ഞിരിക്കരുത്, അവൻ മടി പിടിച്ചിരിക്കരുത്, വേദനിച്ചിരിക്കരുത്. ദൈവാത്മാവ് ഇടപെടുക. എന്നാറ് അവൻ മുൻപോട്ടോടി, ആത്മാവ് ഇടപെടുക. മുൻപിലേക്ക് കയറിവ. സ്വർഗം ചിലത് തെളിയിക്കാൻ പോകുക. ഇന്ന് പകൽ അവൻ മുൻപോട്ടോടി. അവനെ കാണേണ്ടതിന് കാട്ടത്തിമേൽ അവൻ കയറി. നിങ്ങൾ പറ, ഈ സക്കായി പതറിയും പകച്ചും അവിടെ നിന്നിരുന്നെങ്കിൽ കാട്ടത്തി എന്ന മരം ഇവന് കാണാൻ പറ്റുമായിരുന്നോ? ഒരിക്കലുമില്ല. അവൻ ഇത് കണ്ടതിന് കാരണം ഇവൻ മുൻപോട്ട് ഇത് കണ്ടതിന് കാരണം പകച്ചു നിൽക്കാതെ അടുത്ത സ്റ്റെപ്പ് വെച്ചത് കൊണ്ടാ. 2025 11 മാസങ്ങൾ നിന്നെ ഒതുക്കി വെച്ചെങ്കിലും 12ാമത്തെ മാസം വരുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ നീ തയ്യാറായാൽ ഈ വർഷം തീരുന്നതിനകത്ത് അവൻ സക്കായി ഒരു കാട്ടത്തിമരം കണ്ടതുപോലെ, അവൻ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ പിളർന്നൊരു വഴി കണ്ടതുപോലെ, അവൻ ഇസ്രായേൽ മക്കൾ ഗോലിയാത്തിനെ തകർത്തൊരു ജയം കണ്ടതുപോലെ ഇന്ന് പകൽ ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ കുടുംബം കാണുന്ന ഒരു പകലാണ് ഈ നിമിഷമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പറ, എന്റെ വിടുതൽ ല്ല, എന്റെ കണ്ണുനീരിന്റെ മറുപടി അകലങ്ങളിലല്ല, എന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ മുന്നില് വെളിപ്പെടുകയാ. നന്ദി വാദകം പറയാ, സാക്ഷ്യം പറയാ. ആരോട് ദൈവാത്മാവ് ഇടപെടുന്നു? ഇത് സാക്ഷ്യത്തിന്റെ വർഷമാ. അത് 2025 the year of testimony, ഒരു സാക്ഷ്യത്തിന്റെ വർഷമാക്കി ഈ വർഷം ദൈവം തീർക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക.
ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്. എന്നാറേ അവൻ മുൻപോട്ടോടി, എന്നാറേ അവൻ മുൻപോട്ടോടി. അവർ 2 പദങ്ങൾ ശ്രമിച്ചു, കഴിഞ്ഞില്ല, ശ്രമിച്ചു, കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽ പറ, കഴിയും, 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 കഴിയും. ദൈവം ഒരു സാധ്യത വെളിപ്പെടുത്താൻ പോകുക. വാക്കുകൾ ഞാൻ പിടിച്ചു നിർത്തുന്നു. ഈ പകലിൽ ഒരു കാര്യം ഇതിനകത്ത് ചലിക്കുക. എത്ര പേർ ആത്മാവിൽ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു വിടുതൽ കാണണം, എനിക്കൊരു മറുപടി കാണണം. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദിവസം സഹോദരിമാർ നീങ്ങിയ കല്ലറ കണ്ടത്, കല്ല് കണ്ടതുപോലെ ഇന്ന് പകൽ ഒരു മറുപടി എനിക്ക് കാണണം. അതിനുവേണ്ടി ദൈവദാസനെ ഒരു വാക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? വാക്കുകളെ പിടിച്ചു നിർത്തുകയാ. എത്ര പേരുടെ കൂടെയുണ്ട്? എല്ലാ കണ്ണുകളും അടയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാ സാധ്യതകളും അസ്തമിച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽ ഒരു മറുപടിയുടെ കരം ദൈവം എനിക്ക് വേണ്ടി തെളിയിക്കുമെന്ന് ഉറപ്പുള്ളവർ ഒരുമിച്ച് വായികൾ തുറക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് ഏറെ പരിചിതമുള്ള ഒരു വാക്യത്തിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശ്രമിച്ചിട്ടും കഴിയാതെ വരുമ്പോൾ അവൻ ഞങ്ങളിൽ പലരും പല മേഖലകളിലേക്ക് വഴിമാറാറുണ്ട്. പലർക്കും പരാജയങ്ങൾ മാത്രം കണ്ട് അവൻ ശ്രമിച്ചിട്ടും പലതും നടക്കാതെ വരുമ്പോൾ ആത്മഹത്യയുടെയും ഒറ്റപ്പെടലിന്റെയും വഴികളിലേക്ക് പലരും ജീവിതം അസ്തമിച്ച് വഴിമാറി നിൽക്കുമ്പോൾ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് ദൈവം തന്ന ബലത്തിനായി സ്തോത്രം. വിശേഷാൽ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രമിച്ചിട്ടും കഴിയാതെ വരുമ്പോൾ ഒരു ഉടയവൻ ഞങ്ങൾക്ക് വേണ്ടി ചില സാധ്യതകളെ തെളിയിച്ചു തരുമെന്ന് ഉറപ്പിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവൻ നീങ്ങിയ കല്ല് കണ്ടതുപോലെ, സക്കായി മുൻപോട്ട് പോയപ്പോൾ ഒരു അത്തിമരം കണ്ടതുപോലെ, ഒരു കാട്ടത്തി കണ്ടതുപോലെ, ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുൻപോട്ട് കയറി ചെന്നപ്പോൾ വഴി തുറന്നു വന്നതുപോലെ, സഹോദരിമാർ അവൻ മുൻപോട്ട് പോയപ്പോൾ കാമൻ നീങ്ങിയ കല്ല് കണ്ടതുപോലെ ഈ മീറ്റിംഗിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു അസാധാരണമായ വിടുതൽ ദൈവം പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ ഞാൻ അതിനു വേണ്ടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. അവിടുന്ന് വിടുതൽ നൽകി ആദരിച്ചതിന് നന്ദി. എല്ലാം മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസിനോടും പ്രത്യേകിച്ചും നന്ദി പറയുന്നു. ആമേൻ. ഇത് ശ്രമിച്ചിട്ടും കഴിയാതിരിക്കുന്ന ദിവസമാകരുത്. ശ്രമിച്ചിട്ടും കഴിയാതെ വരുമ്പോൾ നിരാശരായി ഒതുങ്ങേണ്ട കാലമല്ല, മുൻപോട്ട് കയറി വിടുതലുകളെ പ്രാപിപ്പാൻ ഉള്ള സമയമാക്കി തീർക്കട്ടെ. ഈ ദൂത് നിങ്ങൾക്കൊരു വിടുതലായി തീരട്ടെ. താങ്ക്സ് ഗിവിംഗ് വീക്കായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ മീറ്റിംഗ് നടത്തുമ്പോൾ അടുത്ത നാവ് കൊണ്ട് ഒരു നന്ദി വാചകം പറയാൻ നിങ്ങളുടെ നാവുകൾക്ക് ദൈവം കരുത്ത് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. God bless all of you. താങ്ക് യു ജോയ് പാസ്റ്ററെ. കേൾപ്പിച്ച വചനങ്ങൾക്ക് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രതികൂലങ്ങൾ കണ്ടിട്ട് ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിലോട്ട് പോയാൽ എത്രയൊക്കെ വിധത്തിലുള്ള പ്രതികൂലങ്ങളാണ്. ഫിസിക്കൽ ലിമിറ്റേഷൻ, ജന്മനാൽ കുറുവേനാവിയാൽ കടന്നു പോകുവാൻ കഴിയാതെ ഇരുന്നവനായ സഖായി, എന്നാൽ ജനക്കൂട്ടം, വേറെ പുറത്തു നിന്ന് വന്നിട്ടുള്ള തടസ്സങ്ങളുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയുള്ള വിധത്തിലുള്ള തടസ്സങ്ങളാണ്, പ്രതികൂലങ്ങളാണ് നമ്മളുടെ മുമ്പിൽ വരുന്നത്. എന്നാൽ അതിനെ ഒന്നും വകവയ്ക്കാതെ, അതിനെ ഒന്നും കണ്ട് പകച്ചു നിൽക്കാതെ മുൻപോട്ട് ഓടുവാൻ, മുൻപോട്ട് ഓടുന്നവന് തൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മളുടെ മുമ്പിൽ ഒരുക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വൈദ്യശാസ്ത്രം പറയും, മറ്റുള്ളവർ പറയും, എന്നാൽ അതിനപ്പുറത്തായി പ്രവർത്തിക്കുവാൻ കഴിയുന്നവനായ നമ്മളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പ്രതികൂലങ്ങൾ കണ്ട് നമ്മൾ മടുത്തു നിൽക്കുന്നവരാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മോശയോട് പറയുന്നത്, നീ എന്തിന് കരയുന്നു? എന്തിന് നീ കരഞ്ഞു വിളിച്ചപേക്ഷിക്കുന്നു? മുൻപോട്ട് പോകുവാൻ ജനത്തോട് കൽപ്പിക്കുക.
ജനത്തോട് കൽപ്പിക്കുക, നമ്മളോട് ഓരോരുത്തരോടും കരയാതെ മുൻപോട്ട് പോകുക. വഴി തുറക്കുന്നവൻ നമ്മളോട് കൂടെയുണ്ട്. അഗ്നിസ്തംഭമായി മേഘത്തൂണായി അവൻ നമ്മളോട് കൂടെ ഉള്ളതിനാൽ ഭയപ്പെടാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഞാൻ പ്രാർത്ഥിക്കാം. ജോയ് പാസ്റ്റർ ആശീർവാദം പറയും. ഹല്ലേലൂയ, സ്തോത്രം. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, പാട്ടുകളെ പാടുവാൻ ഒക്കെ ഞങ്ങൾക്ക് തന്ന, നിന്നെ ആരാധിക്കുവാൻ, ഞങ്ങൾക്ക് കൂട്ടായി തുണയായി ഞങ്ങളോട് കൂടെയിരിക്കുന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് തന്നിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ അമേരിക്കയിൽ താങ്ക്സ് ഗിവിങ് ആഘോഷിക്കുന്ന ഈ വേളകളിൽ കർത്താവെ, ഞങ്ങൾ നന്ദിയുള്ളവരായി നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, യഹോവ നടത്തിയ വഴികളെ കുറിച്ച്, കർത്താവ് നടത്തിയ പാതകളെ കുറിച്ച് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും മുൻപിലുള്ള സമയങ്ങൾ കർത്താവെ, ഞങ്ങൾ പ്രതികൂലങ്ങൾ കണ്ട് പകച്ചു നിൽക്കുന്നവരായിട്ടല്ല, മുമ്പോട്ടോടി കർത്താവ് ഞങ്ങൾക്ക് തുറക്കുന്ന മാർഗങ്ങൾ കർത്താവെ കാണുവാൻ, അതിൽ നിന്നും കർത്താവിന്റെ സാമീപ്യം അനുഭവിക്കുവാൻ, വിടുതൽ കണ്ട് അനുഭവിക്കുവാൻ മുമ്പോട്ടോടിയ ദാവീദ് കർത്താവെ വിജയം ഇസ്രയേലിന് വരുത്തിയതുപോലെ പകച്ചു നിൽക്കാതെ പ്രതികൂലങ്ങൾ മുമ്പിലുണ്ട് എന്നറിഞ്ഞിട്ടും മുമ്പോട്ട് പോയ സഹോദരിമാര് ഉരുട്ടി മാറ്റിയിരിക്കുന്ന പാറയും കർത്താവെ ഉയർത്തപ്പെട്ടവനായ കർത്താവിനെയും കണ്ട് സന്തോഷിച്ചതുപോലെ ഞങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ മറുത്തു നിൽക്കാതെ കർത്താവെ, ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ, വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറന്നവന്റെ വഴി കാണുവാൻ ഈ കാലങ്ങളിൽ ഞങ്ങളെ സഹായിക്കുമാറാകണം. കടന്നു വന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ ഓരോരുത്തരെയും സഹായിക്കണം. വചനം സംസാരിച്ച് അവിടുത്തെ ദാസനെ നിന്റെ കരങ്ങൾ തരുന്നു. ശുശ്രൂഷകളെ മാനിക്കുമാറാകണം. കുടുംബത്തെ നിന്റെ കരങ്ങളിൽ തരുന്നു. ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഞങ്ങൾ വീണ്ടും കാണുവോളും അവിടുത്തെ തിരുകൃപയിൽ ഞങ്ങളെ മറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിന്റെ ചിതാമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച നമ്മെ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കൂട്ടായ്മ, കാവൽ നാം ഇവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും വിശേഷാൽ ക്രിസ്ത്യൻ എഡിഷൻ ഫെലോഷിപ്പിനോടുകൂടിയും ഇതിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളോടും ഭൂമിയിലെമ്പാടും ചിതറിപ്പാർക്കുന്ന വിശുദ്ധ ഗണത്തോടും ഇന്നു മുതൽ എന്നേക്കും സദാകാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇത്രത്തോളം ചെയ്യ നൽകിയ ദൈവത്തിന്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ജോയ് പാസ്റ്ററെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മിനിയുടെ യാത്രയില് പിതാവിന്റെ അവസ്ഥകൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ബേച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുക. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. വർഷാവസാനമാണ്. നമ്മൾ ദൈവം ഒരു മാസം കൂടെ ഈ 2025 ബാക്കിയുണ്ട്. പ്രാർത്ഥിക്കുക. കേട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കുക. എന്താ മടുത്ത് ഭയപ്പെട്ട് നിൽക്കാതെ മുന്നോട്ട് നമുക്ക് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എൻ്റെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 8ാമത്തെ സ്ട്രോക്ക് വന്നു. ഇപ്പോൾ വൺ സൈഡ് പാരലൈസ്ഡ് ആയി. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റേജിലാണ്. ഫുഡ് എടുക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ഒരു 4-5 സ്പൂണ് വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഭവനത്തിലാണ്. ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണോ? ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടോ?